ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെക്കുറിച്ചാണ്. നമ്മുടെ രാജ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് ഇന്ത്യ എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. മുമ്പ് പല രാജ്യങ്ങളും നാട്ടുരാജ്യങ്ങളുടെ അണ്ടറിലൊക്കെ ആയിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ത്യ ഉണ്ടായതിൻ്റെ ഒരു ഏകദേശ ചുരുക്കരൂപം ഒരുപാട് പറയാനുണ്ട്. സത്യം പറഞ്ഞാൽ സമയം തികയില്ല. എന്നാലും ഒരു ചുരുക്കരൂപം വെച്ചിട്ട് കുറച്ച് ആളുകൾക്ക് ചിലർക്ക് ഒന്നും ഐഡിയ ഇല്ല, അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് പറയാമെന്ന് വിചാരിച്ചു. ഇതാണ് ഇന്ന് നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു മാപ്പ്. ശരിക്കൊരു 80 വർഷം മുന്നിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യ, അതായത് ബ്രിട്ടീഷ് ഇന്ത്യ എന്നായിരുന്നു പറയപ്പെട്ടിരുന്നത്. അതിൻ്റെ ഒരു മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കിടക്കുന്ന ഈ പാകിസ്ഥാൻ്റെ ഈ ഏരിയകൾ അതിൽ വിടും. ഈ നേപ്പാളിൻ്റെ ഈ ഏരിയകൾ, ബംഗ്ലാദേശ്, മ്യാൻമാർ, ഈ ഭാഗങ്ങളൊക്കെ അതിൽ വരും. ശ്രീലങ്ക അടക്കമുള്ള ഏരിയകളൊക്കെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അണ്ടറിൽ, അതായത് നമ്മുടെ വെസ്റ്റ് ബംഗാളിൽ കൊൽക്കത്തയിലായിരുന്നു അതിൻ്റെ ആസ്ഥാനം. അപ്പോൾ ഇന്ത്യ, അതായത് ഇന്ത്യയുടെ ഈ ഏരിയ, ഈസ്റ്റ് ഇന്ത്യയുടെ ഈ ഏരിയ മൊത്തത്തിൽ ആ ഒരു കമ്പനിയുടെ അണ്ടറിലായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ ഇന്ത്യയുടെ ആദ്യത്തെ രൂപം ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. അതിൻ്റെ മുമ്പേക്ക് നോക്കുകയാണെങ്കിൽ ഒരു 200 വർഷം മുമ്പേ നോക്കുകയാണെങ്കിൽ ബ്രിട്ടീഷുകാരുടെ മുന്നേ പോർച്ചുഗീസുകാരും ഒരുപാട് യൂറോപ്യൻസ് തന്നെ ഇന്ത്യയിൽ വന്ന് പല സ്ഥലങ്ങളും അടക്കി പിടിച്ച് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുമ്പിലേക്ക് നോക്കുമ്പോൾ നമ്മൾ പല നാട്ടുരാജ്യങ്ങളായിരുന്നു. ഇപ്പോൾ കേരളത്തിലെ കാര്യം പറയുകയാണെങ്കിൽ തിരുവിതാംകൂർ, തിരുക്കൊച്ചി, അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ രാജ്യങ്ങൾ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലയുടെ ഈ ഭാഗത്തേക്ക്, മലബാറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറനാട്, വള്ളുവനാട്, പൊന്നാനി, അങ്ങനെ ഒരുപാട് ഏരിയകളായിട്ടായിരുന്നു നമ്മൾ വിഭജിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഒരു സംസ്കാരം കിടക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്ന ഈ കേരളം ഉണ്ടായിട്ട് തന്നെ ആകെ 60 സംതിങ് വർഷമേ ആയിട്ടുള്ളൂ. നമ്മൾ മലയാളികൾ എന്ന് പറഞ്ഞ് അഭിമാനം കൊള്ളാറുണ്ടെങ്കിലും അതിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മദ്രാസ് പ്രവിശ്യയിൽ, മദ്രാസ് അതിൻ്റെ ആസ്ഥാനമായിട്ടുള്ളത് ചെന്നൈ ആയിരുന്നു. ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു വലിയ ഏരിയ മദ്രാസ്. മദ്രാസിൽ ചെന്നൈയുടെ നോർത്ത് ഭാഗത്ത് ശരിക്കും പറഞ്ഞാൽ ദ്രാവിഡ ഏരിയ ആണ്. അതായത് ആന്ധ്രാപ്രദേശ്, അങ്ങോട്ട് തെലുങ്കാന, അതൊക്കെ ഒരു ദ്രാവിഡ വംശമാണ്. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദിവാസി ഗോത്രവർഗ്ഗങ്ങളായിരുന്നു നമ്മുടെ ഏരിയയിൽ കൂടുതലുണ്ടായിരുന്നത്. ആദിവാസികളും ഗോത്രവർഗ്ഗക്കാരും അവരുടെ പിന്മുറക്കാരാണ് നമ്മൾ. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ബ്രിട്ടീഷുകാരാണ് നമ്മളെ ഇന്ത്യയിൽ ചേർത്തത്. ഇന്ത്യ ആക്കിയത് ബ്രിട്ടീഷുകാരാണ്. നമുക്ക് രാജ്യസ്നേഹം ഏറ്റവും കൂടുതൽ ഉണ്ടാക്കി തന്നിട്ടുള്ളത് കോൺഗ്രസ് എന്നുള്ള പാർട്ടിയാണ്. ഇന്നത്തെ കോൺഗ്രസിനേക്കാളും ഒരു വലിയ കൺസെപ്റ്റായിരുന്നു കോൺഗ്രസ് പാർട്ടിക്ക് അന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. കാരണം ഇന്ന് ഒരുപാട് രാജ്യങ്ങളായി തിരിഞ്ഞ ജനങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചൊരു കുടക്കീഴിൽ വന്നത് കോൺഗ്രസിൻ്റെ അണ്ടറിലാണ്. അതിന് ഏകദേശം 150ഓളം, അതായത് സ്വാതന്ത്ര്യത്തിൻ്റെ മുമ്പ് തന്നെ നമുക്ക് ആദ്യം ശിപ്പായിലകൾ നടന്നിട്ടുണ്ടായിരുന്നു 1850കളിൽ. അതിനുശേഷമൊക്കെയാണ് ദേശീയത അത്യാവശ്യം ഉണ്ടായത്. അതായത് നമ്മൾ ഒറ്റ കമ്പനിയുടെ അണ്ടറിലായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പോരാട്ടം അങ്ങനെയായിരുന്നു. അതിന് മുമ്പ് നാട്ടുരാജ്യങ്ങളായിരുന്നു. ഇപ്പോൾ പഴശ്ശിയുടെ യുദ്ധങ്ങളും ടിപ്പു സുൽത്താൻ്റെ യുദ്ധങ്ങളൊക്കെ നമുക്ക് അറിയാം. അപ്പോൾ അതൊക്കെ അതാത് നാട്ടുരാജ്യങ്ങളുടെ ഇവരോടുള്ള യുദ്ധങ്ങളായിരുന്നു. ഗോവ അന്നും പോർച്ചുഗീസ് കോളനിയുടെ അണ്ടർ തന്നെ നിലനിന്നു. ഒരുപാട് കാര്യങ്ങൾ എൻ്റെ കയ്യിൽ ചെറിയ തെറ്റുകളൊക്കെ വരാം. തെറ്റുകൾ മീൻസ് അങ്ങനെയല്ല, ഞാൻ വിട്ടുപോകുന്നത് വരാം. അതൊക്കെ ആളുകളൊന്ന് മെൻഷൻ ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ ടച്ച് ചെയ്യാതെയും പോവാം. ഇപ്പോൾ ഇന്നത്തെ ഇന്ത്യ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം കൂടെ നമുക്കിപ്പോൾ കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ശരിക്ക് മുഗൾ രാജവംശം 700 കൊല്ലത്തോളം ഇന്ത്യ ഭരിച്ച്, ഇന്ത്യ എന്ന് പറയുമെങ്കിലും ഇന്നത്തെ ഇന്ത്യയുടെ മുഴുവൻ ഭാഗമല്ല. ഏകദേശം ഈ പാകിസ്ഥാൻ, അഫ്ഗാൻ്റെ ഈ ഏരിയ, കാബൂൾ, ഇങ്ങനെ വന്നിട്ട് ഏകദേശം ഒരു ഈ മധ്യപ്രദേശിൻ്റെ ഭാഗം കൂടി, എന്താ പറയുക, മഹാരാഷ്ട്രയുടെ ഒരു പകുതി ഭാഗം, അത്രത്തോളമൊക്കെ അവർക്ക് രാജ്യമായിട്ടുണ്ടായിരുന്നത്. നമ്മൾ സൗത്ത് ഇന്ത്യക്കാർ അതിൽ പെട്ടിട്ടുള്ള ആളുകളല്ലായിരുന്നു. നമുക്ക് വേറെ വേറെ രാജ്യങ്ങളാണ്, നാട്ടുരാജ്യങ്ങളായിരുന്നു ഉണ്ടായിട്ടുള്ളത്. നമ്മൾ സത്യം പറഞ്ഞാൽ ഈ മലബാറിൻ്റെ ഈ ഏരിയയിൽ സാമൂതിരിയുടെ അണ്ടറിലായിരുന്നു, സാമൂതിരിമാരുടെ അണ്ടറിലായിരുന്നു. പിന്നെ കോലത്തിരിമാർ അപ്പുറത്തുണ്ടായിരുന്നു.
അങ്ങനെ നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ നമ്മുടെ ഒരു ഏരിയയുടെ സംസ്കാരം അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഞാനൊക്കെ മലപ്പുറം ഏരിയ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏറനാട് വള്ളുവനാട് ഇത് അങ്ങനെ ആയിരുന്നു വിഭജിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇന്നും നമ്മൾ നമ്മുടെ ഈ മലപ്പുറം ജില്ല ഉണ്ടായിട്ട് 1969 ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ മുമ്പേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരു വർഷം മുമ്പേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് യൂണിവേഴ്സിറ്റി. മലപ്പുറം ജില്ല അതിന് ശേഷമാണ് രൂപീകരണം കഴിഞ്ഞിട്ടുള്ളത്. അതിന് മുമ്പേ മലപ്പുറം എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ പോലും ഇവിടെ തന്നെ ഏറനാട് വള്ളുവനാട് പൊന്നാനിയുടെ ഒക്കെ ഈ പൊന്നാനിയുടെ ഇപ്പോൾ നമുക്ക് ആ വ്യത്യാസം മനസ്സിലാവണമെങ്കിൽ മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയുടെയും ആ ഭാഗത്തുള്ള കുറച്ച് ആളുകളുടെ സംസ്കാരവും തിരൂർ താന്നൂർ പരപ്പനങ്ങാടി ഏരിയയിലുള്ള ആളുകളുടെ സംസ്കാരവും ഇപ്പുറത്ത് പൊന്നാനി മുതൽ ഏകദേശം പട്ടാമ്പി വരെയുള്ള ആളുകളുടെ സംസ്കാരവും പിന്നെ ഒറ്റപ്പാലം മുതൽ ഇങ്ങനെ ചെറുപ്പളശ്ശേരി പെരിന്തൽമണ്ണ മണ്ണാർക്കാട് ഉള്ള ആളുകളുടെ സംസ്കാരങ്ങളും തമ്മിലുള്ള വ്യത്യാസം, അവരുടെ സംസാരവും അവരുടെ ആചാരങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ നാട്ടുരാജ്യങ്ങൾ എത്രത്തോളം വിഭിന്നമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. എന്നിട്ടാണ് നമ്മളിവിടെ മദ്രാസ് പ്രവിശ്യയിൽ മദ്രാസി എന്നുള്ള ലേബലിൽ ജീവിച്ചത്. 200 വർഷത്തോളം ഇന്ന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ജീവിക്കുന്നതിനേക്കാളും കൂടുതൽ വർഷം നമ്മൾ മദ്രാസികളായിട്ട് നമ്മൾ ജീവിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടുരാജ്യത്തു നിന്ന് മാറിയിട്ട് മദ്രാസ് പ്രവിശ്യയിൽ ഒരുപാട് കാലം ജീവിച്ചു. അന്ന് നമ്മൾ നോർത്ത് ഇന്ത്യ, അതായത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അണ്ടറിലാണ്, ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യമല്ല, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അണ്ടറിലുള്ള ഇന്ത്യയിൽ നമ്മൾ നോർത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ലാഹോർ, കറാച്ചി, അതേപോലെ ജയ്പൂർ മുതൽ നമ്മൾ ബീഹാർ വരെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാലും നമ്മൾ സാലേ മദ്രാസി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു പുച്ഛഭാവമാണ് ആളുകൾക്കൊക്കെ ഉണ്ടായിരുന്നത്. കാരണം പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻസിലെ പ്രത്യേകിച്ച് ഉന്നത കുലജാതന്മാർക്ക് സൗത്ത് ഇന്ത്യൻസിലെ ബ്രാഹ്മണരോട് പോലും പുച്ഛമായിരുന്നു എന്നാണ് പറഞ്ഞത്. അത് ഒറിജിനൽ ബ്രാഹ്മണരല്ല എന്നാണ് പറയാറുള്ളത്. ശങ്കര ഇനം എന്നുള്ള ലെവലിലൊക്കെയാണ് നമ്മുടെ ബ്രാഹ്മണന്മാരെ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അവർ ആര്യന്മാരുടെ പിന്മുറക്കാരായിട്ടും അവരറിയപ്പെട്ടിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണന്മാരുടെ ഒറിജിൻ വരുന്നത് ഇറാനിൽ നിന്നാണ്. ആര്യവംശത്തിൻ്റെ ഒറിജിൻ തന്നെ ഇറാനാണ് ലോകത്ത് കണക്കാക്കപ്പെടുന്നത്. ഇന്ന് ഇറാനികളാണ് പ്യുവർ ആര്യന്മാരായിട്ട് അറിയപ്പെടുന്ന ആളുകൾ ലോകത്തുള്ളത്. ഇറാനിൽ നിന്നാണ് പല രാജ്യങ്ങളിലേക്കും ആര്യന്മാരുടെ കടന്നുകയറ്റം. യൂറോപ്പിലേക്കാണെങ്കിലും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇതൊരു ഉപഭൂഖണ്ഡമായിട്ടാണ് നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ അന്ന്. കാരണം ഇറാൻ മുതൽ ഇങ്ങോട്ട് പാകിസ്ഥാൻ, ഇന്ത്യയുടെ രാജസ്ഥാനും ജയ്പൂർ അതുപോലെ ഡൽഹി വരെയുള്ളൊക്കെ ഒറ്റ രാജ്യങ്ങളായിട്ട് നൂറ്റാണ്ട് കണക്കിന് ഒറ്റ രാജ്യമായിട്ട് നിന്നിട്ടുള്ള സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഉസ്ബെക്കിസ്ഥാനിൽ നിന്നാണ് നമ്മുടെ ഈ ബാബറിൻ്റെ പിതാവിൻ്റെ സ്ഥലമൊക്കെ ആയിട്ട് വരുന്നത്. പിന്നെ ആൾ കാബൂളിൽ വന്നിട്ട് അഫ്ഗാനിൽ വന്ന് കാബൂളിൽ നിന്നാണ് ഭരണം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത്രയും ഏരിയകളിൽ ഭരണം ചക്രവർത്തിയായിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴും അണ്ടറിൽ ഒരുപാട് നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. ആൾ ചക്രവർത്തിയായിട്ടും നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നെ ഷാജഹാൻ, ഹുമയൂൺ, അങ്ങനെ ഔറംഗസീബ്, അങ്ങനെയുള്ള ഒരു ചരിത്രം നമുക്ക് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അതൊക്കെ നമ്മുടെ ചരിത്രമായിട്ട് ബന്ധമില്ല എന്നുള്ളതാണ് സത്യം. മലയാളികളുടെ ചരിത്രവുമായിട്ട് അതിന് ഒരു ബന്ധമില്ല. നമ്മുടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അണ്ടറിൽ വന്നത് മുതലാണ് നമുക്ക് അതുമായിട്ടൊരു ബന്ധം. അത് നമ്മുടെ ആളുകൾ എന്നുള്ള ലെവലിൽ നമ്മൾ സംസാരിക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടുരാജ്യം കഴിഞ്ഞ് ഒരുപാട് നാട്ടുരാജ്യങ്ങൾ, മൈസൂരൊക്കെ കടന്ന് ഒരുപാട് ഗോവൻ ഒക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് ദൂരങ്ങൾ താണ്ടിയിട്ടായിരുന്നു അന്ന് അറിയാമല്ലോ, അന്ന് വിമാനങ്ങളൊന്നുമില്ല, കപ്പലുകൾ മാത്രം, പായക്കപ്പലുകൾ. എല്ലാവർക്കും അറിയില്ലായിരുന്നു അതെങ്ങനെയാണ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതൊക്കെ. അത് മെയിനായിട്ട് യൂറോപ്യൻസും അറബികളുമായിരുന്നു അത് കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ചൈനയിലും റഷ്യയിലും കൺട്രോൾ ചെയ്യുന്ന കുറച്ച് കൂട്ടരും ഉണ്ടായിരുന്നു. അത്ര തന്നെയാണ് നമുക്ക് അതിലുള്ള ഒരു ഇത്. പിന്നെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഇന്നിപ്പോൾ കാശ്മീരിൻ്റെ വിഷയമൊക്കെ, കാശ്മീർ ഒരുപാട് കാലമായിട്ട് നമ്മുടെ ഭരണഘടനയിൽ 370 പെട്ടിട്ട് നിന്നതുകൊണ്ട് അതിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പോലും ഇന്ത്യ പാക് വിഭജനത്തിൻ്റെ, അതായത് മൊത്തത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അണ്ടറിലുള്ളത് ഇന്ത്യ ആയിട്ട് പരിഗണിക്കപ്പെട്ടു. അപ്പോൾ ഇന്ത്യ എന്നുള്ളൊരു രാജ്യമായിട്ട് നമുക്ക് സ്വാതന്ത്ര്യം തരാമെന്ന് പറഞ്ഞു. അതേ സമയത്ത് തന്നെ ശ്രീലങ്ക, അതുപോലെ ഒരുപാട് രാജ്യങ്ങൾക്ക്. ബ്രിട്ടനിൽ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ 1946-47 കാലഘട്ടത്തിൽ തൊഴിലാളി വർഗത്തിൻ്റെ അടിച്ചുകയറ്റം ഉണ്ടാവുകയും അവിടെ ഭരണം മാറുകയും ചെയ്തു. ബ്രിട്ടനിൽ 2 തരത്തിലുള്ള ഭരണം, ഒന്ന് പാർലമെൻറ്റ് ഭരണമുണ്ട്, ഒന്ന് രാജഭരണമുണ്ട്. രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള ഭരണമാണ്
യുണൈറ്റഡ് കിങ്ഡത്തിലുള്ളത്. ഇതിൽ തന്നെ ഇംഗ്ലണ്ടാണ് പൊതുവെ എല്ലാ കാര്യത്തിനും ലോകത്തെ അടക്കി ഭരിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഭരണമാറ്റവുമായി ബന്ധപ്പെട്ടിട്ട് ലോകത്ത് പല രാജ്യങ്ങളിലേക്കും വിപ്ലവം നടക്കുന്ന പല രാജ്യങ്ങളെയും സ്വതന്ത്രമാക്കാൻ തുടങ്ങി. എന്നിരുന്നാലും നമ്മുടെ സൗത്ത് ആഫ്രിക്കക്കൊക്കെ സ്വതന്ത്രം കിട്ടുമ്പോഴത്തേന് 1994 ആയിട്ടുണ്ടായിരുന്നു പാവങ്ങൾ. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഈ ഒരു സംഭവം നോക്കുകയാണെങ്കിൽ പിന്നെ ഇന്ത്യ വിഭജനത്തിലേക്ക് എത്തി. നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർത്ത് ഇന്ത്യനേക്കാളും നമുക്ക് അടുപ്പം ശരിക്കും പറഞ്ഞാൽ ശ്രീലങ്കക്കാരോടാണ് കേട്ടോ. നമ്മുടെ എന്താ പറയുക, പൈതൃകവുമായി ബന്ധപ്പെട്ട് സംസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഗോത്രവർഗ്ഗങ്ങൾ പിന്നെയും ടച്ച് ഉള്ളത് ശ്രീലങ്കൻ ജനതയായിട്ടാണ് നമുക്ക് ടച്ച് ഉള്ളത്. പഴയ ഭാഷകളിൽപ്പെട്ട ഒരു ഭാഷയാണ് തമിഴ്. തമിഴിന് ഒരുപാട് തരത്തിലുള്ള തമിഴുകളുണ്ട് പല ഏരിയകളിലായിട്ട്. അത് ശ്രീലങ്കയിലും തമിഴ്നാട്ടിലും നമ്മുടെ ഇപ്പോൾ കേരളത്തിൻ്റെ പല ഏരിയകളിലായിട്ട് വ്യാപിച്ച് കിടക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് അങ്ങോട്ട് മുകളിലേക്ക് വരുമ്പോൾ ദ്രാവിഡ വംശമായിരുന്നു, അവർക്ക് ഒരുപാട് ഭാഷകളുണ്ടായിരുന്നു. അതുകൂടാതെ നമ്മുടെ ഏരിയയിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഇപ്പുറത്തേക്ക് ജനവാസം കുറവായിരുന്നു. നമ്മൾ പിന്നെ ഗോത്രങ്ങളും അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു. പിന്നീട് ഒരുപാട് കാലത്തിന് ശേഷമാണ് കേരളത്തിലെ ജനങ്ങൾ കൂടിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ പഴയ കാലത്തെ കാര്യമാണ് പറയണത്. അപ്പോൾ ഇന്ത്യയിലേക്ക് ഇനിയിപ്പോൾ മതങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യയിലേക്ക് പല മതങ്ങൾ, അത് ലോകത്ത് അങ്ങനെ തന്നെ ഉണ്ടായിട്ടുള്ളത്. ലോകത്ത് പലയിടത്തേക്കും ജനങ്ങൾ ഒഴുകുകയാണ് ചെയ്തിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ലോകം ആരുടെയും സ്വന്തമല്ല. ഈ ലോകത്ത് ജനിക്കുന്ന എല്ലാവർക്കും ഈ ഭൂമിയിൽ അവകാശമുണ്ട്. അതാണ് നമ്മുടെ ശരിക്കുള്ള ഒരു കൺസെപ്റ്റ് വരുന്നത്. ബാക്കിയുള്ള രാജ്യങ്ങളുടെ അതിർത്തികൾ ഓരോ കാലഘട്ടത്തിലും ഓരോരുത്തർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഇന്ത്യ ആവണമെന്നില്ല, നാളത്തെ ഒരു 10-300 വർഷം കഴിഞ്ഞാൽ ആവണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പോൾ ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് പഠിക്കുമ്പോൾ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ കുറവായിരുന്നു. പിന്നീട് വന്ന സംസ്ഥാനങ്ങളാണ്. തെലുങ്കാനൊക്കെ ഇപ്പോൾ അടുത്ത് വന്നതാണ്. അതുപോലെ ഛത്തീസ്ഗഡ്, പിന്നെ ഉത്തരാഞ്ചൽ, അതൊക്കെ പിന്നീട് വന്നിട്ടുള്ള സംസ്ഥാനങ്ങളാണ്. അപ്പോൾ വിഭജനം പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കും. ഇന്ത്യ പാകിസ്ഥാൻ്റെ വിഭജനവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകുമ്പോൾ, പല രാജ്യങ്ങളും വിട്ടുപോകുമ്പോൾ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിൻവലിഞ്ഞ് പോകുമ്പോൾ കൊൽക്കത്തയിൽ നിന്ന് അത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനം നിർത്തിയ സമയത്ത് വിഭജനം എന്നുള്ളൊരു ഓപ്ഷൻ വന്നപ്പോൾ, അതിന് മുമ്പ് തന്നെ ഇങ്ങനെ വിഭജനവുമായി ബന്ധപ്പെട്ട് ഓരോ ദേശക്കാർ പറയുന്നുണ്ട്. എന്നാലും ബാക്കിയുള്ളവരെല്ലാവരും കോൺഗ്രസിൻ്റെ കീഴിൽ ഒറ്റക്കെട്ടായി നിന്നപ്പോൾ ഇവിടെ ജിന്നയുടെ നേതൃത്വത്തിൽ അങ്ങനെ വിഭജിക്കാം എന്നുള്ളൊരു ആശയത്തിലേക്ക് വന്നപ്പോൾ ബ്രിട്ടീഷുകാർ അതിനെ അനുകൂലിച്ചു. അവർ ഉണ്ടാക്കിയ ഒരു അതിർത്തിയാണ് ശരിക്ക് ഇവിടെ ഒരു പ്രശ്നത്തിന് വേറൊരു കാരണം ആയിട്ട് അറിയപ്പെടുന്നത്. ഇങ്ങോട്ട് കണ്ടില്ലേ, ഗുജറാത്തിൻ്റെ ഈ ഭാഗം തൊട്ടിട്ട് ഇങ്ങനെ രാജസ്ഥാൻ്റെ ഇങ്ങനെ തള്ളി നിൽക്കുന്നു, അതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുന്നത് പാകിസ്ഥാനാണ്. അങ്ങനെ അവർ തോന്നിയ പോലെ ഇട്ട് ഇങ്ങനെ ഇവിടേക്ക് നോർത്തിലേക്ക് എത്തിയപ്പോൾ കാശ്മീരിൻ്റെ കാര്യം വന്നപ്പോൾ എന്താ പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ, കാശ്മീരികൾ വേറെ ഒരു എന്താ പറയുക, ഗോത്ര രാജഭരണത്തിൻ്റെ അണ്ടറിൽ എന്നുള്ള ലെവലിൽ ജീവിച്ച് വളർന്ന ഒരു സമൂഹമായിരുന്നു. അതിൽ തന്നെ ഈ ഒരു കോലത്തിലല്ല, വ്യത്യാസമുണ്ട്, അന്നത്തെ ഭൂപടം വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവർ രണ്ടിലും പെടാതെ നിൽക്കാനാണ് ഇവർക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ത്യ ഇവരെ പ്രത്യേക പരിഗണനയോട് കൂടിയിട്ട് അവരുടെ കാര്യത്തിൽ കൈ കടത്താതെ തന്നെ ഭരണഘടനയിൽ പ്രത്യേക ആർട്ടിക്കിളിൽ ഉൾപ്പെടുത്തിയിട്ട് ഇങ്ങനെ ചെയ്യാമെന്നുള്ള ഒരു കരാറിൻ്റെ പുറത്തിട്ട് അവർ ഇന്ത്യ രാജ്യത്തിൻ്റെ കൂടെ കൂടാന്ന് ബഹുഭൂരിപക്ഷം ആളുകളും, ജനങ്ങൾ എല്ലാവരും ഓക്കെ അല്ലായിരുന്നു, പക്ഷേ ഭരണകർത്താക്കൾ ഓക്കെ ആയിരുന്നു. അങ്ങനെ ഇന്ത്യയുടെ കൂടെ കൂടിയിട്ടിപ്പോൾ 80 വർഷമായിട്ടില്ല, 78 വർഷമാണ് നമ്മൾ ടോട്ടൽ ഇങ്ങനെ വിഭജനം കഴിഞ്ഞിട്ട്. അതിൻ്റെ മുമ്പേ തന്നെ ഇവിടെ രാജസ്ഥാൻ മുതൽ ഇങ്ങോട്ട് ഗുജറാത്ത് മുതൽ ഇങ്ങനെ ഹിമാചൽ പ്രദേശ്, ജമ്മു വരെ, അതായത് ഈ ഭാഗമൊക്കെ പിന്നെയും ഒരേ സംസ്കാരമാണ്. ഈ ജമ്മുവിൽ വേറെ സംസ്കാരം. ജമ്മുവിൽ നിന്ന് പോലും ഇന്നത്തെ പാകിസ്ഥാൻ, അന്ന് പാകിസ്ഥാനല്ല, നമ്മൾ മൊത്തത്തിൽ ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അണ്ടറിലായിരുന്നല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കല്യാണങ്ങളും എല്ലാം നടന്നിരുന്നു. അതായത് ബന്ധുക്കൾ ഇപ്പോൾ നമ്മുടെ രണ്ട് നാട്ടിലും 100 വയസ്സിൽ കൂടുതലുള്ള ആളുകളുണ്ട്, 90 വയസ്സ്, 95 വയസ്സ്, 85 വയസ്സുള്ള ആളുകളൊക്കെ വിഭജനത്തിന് മുന്നേ ജനിച്ച ആളുകളാണ്. അവരുടെ അച്ഛൻ്റെ നാട് ചിലപ്പോൾ ലാഹോർ ആയിരിക്കാം, അമ്മയുടെ നാട് ചിലപ്പോൾ പഞ്ചാബായിരിക്കാം. പാകിസ്ഥാനിലെ പഞ്ചാബല്ല, ഇന്ത്യയിലെ പഞ്ചാബ്, ചിലപ്പോൾ രാജസ്ഥാനിലെ ജയ്പൂരായിരിക്കാം. അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. വിഭജനത്തിൽ അത്യാവശ്യം ബുദ്ധിമുട്ടിയത് ആ ഏരിയയിലുള്ള ആളുകളാണ്.
നമുക്ക് കേരളക്കാർക്കൊന്നും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നതില്ല. നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ഇവർ ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിൻ്റെ ഇടയിൽ ഈ ദേശീയതയെ കുത്തിപ്പൊക്കുന്ന കുറേ രാഷ്ട്രീയ നേതാക്കൾ അന്നും ഉണ്ടല്ലോ. അവരുടെ ഒരു എന്താ പറയുക കളിപ്പാവകളായിട്ട് ഇവർ തമ്മിൽ തല്ലി കുറേ ആളുകൾ അന്ന് തീർന്നിട്ടുണ്ട്. അതായത് സ്വന്തം സഹോദരങ്ങളാണ്, സ്വന്തം സംസ്കാരമാണ്, സ്വന്തം ചോരയിൽ പെട്ട ആളുകളാണ്. കാരണം 2-3 തലമുറ പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ മതത്തിൻ്റെ പേരിലോ വർഗത്തിൻ്റെ പേരിലോ അല്ലാതെ നോക്കുകയാണെങ്കിൽ ഇവർ ചിലപ്പോൾ സ്വന്തം ഏട്ടൻ്റെയും അല്ലെങ്കിൽ അച്ഛൻ്റെയും അമ്മയുടെ മക്കളുടെ പേരക്കുട്ടികളായിട്ട് വരുന്ന ആളുകളായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിയിട്ടുണ്ടാവുക. അപ്പോൾ ഇന്നിപ്പോൾ ജമ്മു കാശ്മീരിൽ ഇപ്പോൾ പറയപ്പെടുന്നുണ്ട്, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് പാകിസ്ഥാനികൾ അങ്ങോട്ട് പോകണം, ഇന്ത്യക്കാർ ഇങ്ങോട്ട് വരുന്നുള്ള പ്രശ്നം വരുമ്പോൾ മുമ്പ് കരാറുണ്ടായിരുന്നു, ആവശ്യക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വരാമെന്നുള്ളൊരു കരാറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ഇപ്പം അങ്ങനെ പറയുമ്പോൾ ഈ 90-100 വയസ്സായ ആളുകളും അവരുടെ മക്കൾ പേരക്കുട്ടികൾ വരെ അവർ കാണുന്നത് ഈ 2 രാജ്യവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ അവർക്കുണ്ടാവുന്നൊരു ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവില്ലെങ്കിലും അങ്ങനെയാണ് അതിൻ്റെ ഒരു കിടപ്പ് വശം കിടക്കണേ. കാരണം ഇന്ന് 95 അല്ലെങ്കിൽ 90 വയസ്സുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ 85 വയസ്സുള്ള ഒരാൾക്ക് അയാളുടെ കുട്ടിക്കാലത്ത് ഇന്ത്യ ബാക്കി വിഭജനം അയാൾ കണ്ടിട്ടുണ്ട്. അയാളുടെ കുറ്റം കൊണ്ടല്ല, അല്ലെങ്കിൽ അവളുടെ കുറ്റം കൊണ്ടല്ല അങ്ങനെ ഉണ്ടായിട്ടുള്ളത്. അവർ അങ്ങനെ ആക്കപ്പെട്ടതാണ്. പലരുടെയും ആഗ്രഹപ്രകാരവും എല്ലാം അധികാരത്തിൻ്റെ ആക്രാന്തപ്രകാരമൊക്കെ അവരങ്ങനെ ആക്കപ്പെട്ടു. അതൊരിക്കലും ആ ജനതയെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഭൂമിയിൽ ജനിച്ചു പോയി, ഇനി ഏതായാലും മരിക്കണവരെ ജീവിക്കുക, അതാണ് മാന്യമായി ജീവിക്കുക എന്നുള്ളതാണ് ഈ 2 കൂട്ടരുടെയും, ഇന്നത്തെ ഇന്ത്യയിൽ നിൽക്കുന്ന കൂട്ടരുടെയും പാകിസ്ഥാനിൽ നിൽക്കുന്ന കൂട്ടരുടെയും. ഇപ്പോൾ ഇന്ത്യയിലും പാകിസ്ഥാനിലും ഇപ്പോൾ മതപരമായി പറയുകയാണെങ്കിൽ തന്നെ മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ് എല്ലാം ഉണ്ട്. ഈ പഞ്ചാബിൻ്റെ തന്നെ ഈ ലാഹോർ ഈ ഏരിയയിലൊക്കെ പാകിസ്ഥാനിലെ പഞ്ചാബാണ്. ഇവിടെ രണ്ടുമിടത്തും സെയിം സംസ്കാരമാണ്, സെയിം വസ്ത്ര, സെയിം ഭാഷ, സെയിം മുഖച്ഛായ, സെയിം. അതായത് ഇവർ രണ്ടുപേരും മിക്സ് ചെയ്താൽ നമുക്ക് അറിയില്ല. നേരെ മറിച്ച് അവരെ കൂട്ടത്തിലേക്ക് നമ്മൾ മലയാളികളെ തമിഴന്മാരെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ നമ്മൾ വേറെയാണ്. നമ്മളവരെ കൂട്ടത്തിൽ പെടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആരൊക്കെയോ ഒന്നിപ്പിച്ചു ഇങ്ങനെ ആക്കി. അതായത് നമ്മുടെ അയൽവാസി നമ്മുടെ വീട്ടിൽ കയറി നമ്മുടെ ആളാവുകയും നമ്മുടെ സഹോദരം അപ്പുറത്തെ വീട്ടിലേക്ക് നമ്മൾ പുറന്തള്ളുകയും ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷമം സ്വാഭാവികമായിട്ടും ഇവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവരെയും അങ്ങനെ അടച്ചാക്ഷേപിക്കാൻ പറ്റില്ല. നേരെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നേപ്പാളുമായി ബന്ധപ്പെട്ടും ഇതേ കാര്യങ്ങളാണ്. കാരണം നേപ്പാളിൽ നിന്ന് ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നേപ്പാളിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതങ്ങനെ നിൽക്കുന്നു. എപ്പോൾ വേണമെങ്കിലും അതിൻ്റെ പ്രശ്നം വരാം. അതുപോലെ ഇപ്പുറത്തേക്ക് ജമ്മു കാശ്മീരിൻ്റെ ഇപ്പോൾ 370 റൂളൊക്കെ എടുത്ത് കളഞ്ഞു. അതായത് നമ്മുടെ ഭരണഘടനയിൽ ഇപ്പോഴത്തെ ആർട്ടിക്കിൾ ഒഴിവാക്കി. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ജനതയോട് ചെയ്ത ഒരു ദ്രോഹമായിട്ട് അതാണ് സമയപ്രവർത്തകർ അങ്ങനെ എതിർത്തത്. അവരുടെ നല്ലതിനാവട്ടെ എന്നാണ് പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്. പക്ഷെ എന്താ വെച്ചാൽ ഇവർ 2 ഇതിലും പെടുന്ന ആളുകളായതുകൊണ്ടുള്ളൊരു പ്രശ്നമാണ്. ഇപ്പോഴും നമ്മൾ ഈ വരയ്ക്കുന്ന ഭൂപടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ അതിർത്തിയല്ല ഇപ്പോൾ നിലവിലുള്ളത്. ഈ കാശ്മീരിൻ്റെ ഒരുപാട് ഏരിയ പാകിസ്ഥാൻ്റെ അണ്ടറിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അതുപോലെ നമ്മുടെ ലഡാക്കിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗം ഒരുപാട് കിടക്കുന്നത് ചൈനയുടെ അണ്ടറിലാണ് കിടക്കുന്നത്. പിന്നെ ഈ ടിബറ്റിൻ്റെ ഭാഗത്തുനിന്നും ഒക്കെ ഇവിടെ പിന്നെ ഹിമാലയ പർവ്വതങ്ങൾ ഉള്ളത് കൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കുടിയേറ്റങ്ങൾ അധികം നടക്കാത്തത്. പക്ഷേ ഈ ഏരിയകൾ നമ്മൾ നോർത്ത് ഇന്ത്യക്കാരുടെ സെയിം ആയിരുന്നു. നമ്മളിപ്പോൾ ഈ കാണുന്ന പാകിസ്ഥാൻ ഏരിയ മുതൽ നമ്മുടെ രാജസ്ഥാൻ, ഗുജറാത്ത്, ഡൽഹി, ഹിമാചൽ പ്രദേശ് അവരെല്ലാം ഒരേ ഭക്ഷണം, ഒരേ സംസാരം, അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ അവർക്ക് പറ്റും. നമുക്ക് തമിഴന്മാർക്കോ കേരളക്കാർക്കോ കന്നഡക്കാർക്കോ ആന്ധ്രക്കാർക്കോ അതിൻ്റെ ഇടയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അവർ നമ്മളെ ഒറ്റപ്പെടുത്തും. കാരണം അവർ ഒന്നായിരുന്നു ഒരുപാട് കാലം, കഴിഞ്ഞ 80 വർഷമായിട്ടേ അല്ലെങ്കിൽ 280 വർഷത്തോളായിട്ടേ അവർ വേർപിരിയുന്ന ലെവൽ 250 അല്ല, ഒരു ഒന്നായിട്ട് 80 അല്ല, വേർപിരിഞ്ഞിട്ട് 78 ഇയർ ആവുന്നുള്ളൂ. നമ്മളവരെ കൂടിയിട്ട് മാക്സിമം പോയി കഴിഞ്ഞാൽ 280 വർഷമേ ആയിട്ടുള്ളൂ അവരുമായിട്ട് നമുക്കൊരു ബന്ധം. അതിന് പിന്നെ നൂറ്റാണ്ടുകൾ, ആയിരക്കണക്കിന് വർഷങ്ങൾ നമ്മൾ വേറെ തന്നെയായിട്ട് ജീവിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ പറഞ്ഞു വരികയാണെങ്കിൽ ബംഗ്ലാദേശിൻ്റെ കാര്യം, വെസ്റ്റ് ബംഗാൾ മുതലുള്ള ഇങ്ങോട്ടുള്ള സിക്കിമിൻ്റെ ഏരിയകളിലുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ബ്രഹ്മപുത്രയുടെ ഒരു എന്താ പറയുക, ഇപ്പുറത്ത് സിന്ധു നദിയാണ് ഇവരുടെ ബേസെങ്കിൽ നമ്മുടെ സിന്ധു നദി തട സംസ്കാരമൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതിൽ അതിൽ മെയിനായിട്ട് ഈ ലാഹോർ ഏരിയകളിലും അതുപോലെ കറാച്ചി ഏരിയകളിലൊക്കെ ഉള്ള സംസ്കാരങ്ങളുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സിന്ധു നദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ
4-5 നദികൾ ഒന്ന് ചേർന്ന്, പാകിസ്ഥാനിലാണ് അത് ഒന്ന് ചേരുന്നത്, ഇന്ത്യയിൽ 4-5 നദികളായിട്ട് പോവുകയും നമ്മുടെ HP-യിലും അതുപോലെ ജമ്മുവിലും നമ്മുടെ പഞ്ചാബിലൊക്കെ ഉള്ള കൃഷികളൊക്കെ അതിനെ ആശ്രയിച്ച് നടക്കുകയും പാകിസ്ഥാനിലെ ബഹുഭൂരിപക്ഷം, കാരണം പാകിസ്ഥാൻ ഇന്ത്യൻ്റെ അത്ര എന്താ പറയുക ടെറിട്ടറി ഇല്ലാത്തൊരു രാജ്യമാണ്. അപ്പോൾ അവരുടെ ടെറിട്ടറിയിലെ ഏറ്റവും വലിയ നദി സിന്ധു തന്നെ ആയിട്ട് മാറുകയും അത് സിന്ധു നദിയിലുള്ള ജലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ എല്ലാ കൃഷികളും, ഭൂരിഭാഗം കൃഷികളും നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഗുജറാത്തിൻ്റെ ഏകദേശം പടിഞ്ഞാറ് ഭാഗത്ത് കറാച്ചിയിൽ ആണ് സിന്ധു നദി അവസാനിക്കുന്നത്. ഇനി ഇപ്പുറത്തേക്ക് വരികയാണെങ്കിൽ നമ്മുടെ വെസ്റ്റ് ബംഗാളും ബംഗ്ലാദേശുമായിട്ടുള്ള ബന്ധം പറയുകയാണെങ്കിൽ ഇവർ സഹോദരങ്ങളാണ്. ഇവരുടെ ഭാഷകളൊന്നാണ്, ഇവരുടെ സംസ്കാരങ്ങളൊന്നാണ്, ഇവരുടെ ഫുഡ് ഒന്നാണ്, ഇവരുടെ രീതികളൊന്നാണ്, ഇവരെ കണ്ടാലും ഒരേപോലെയാണ്. അവരുടെ കൂട്ടത്തിലും നമ്മൾ പെട്ട ആളുകളല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ബംഗ്ലാദേശ് ഉണ്ടായിട്ടുള്ളത് ഇന്ദിരാഗാന്ധി ഭരിക്കുന്ന സമയത്ത് അറിയാലോ. അതിൻ്റെ മുന്നേ ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന പേരിലാണ് വിഭജന ടൈമിൽ ഇവിടെ വിഭജിച്ചിട്ടുണ്ടായിരുന്നത്. അതും ബ്രിട്ടീഷുകാരുടെയും ചില രാഷ്ട്രീയ നേതാക്കളുടെയും കുരുട്ടുബുദ്ധിയുടെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ഈ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളെക്കാൾ നമ്മുടെ ബംഗാളുമായിട്ടും ഒറീസയുമായിട്ടും ബന്ധം ബംഗ്ലാദേശിനാണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ തീരെ പെടാത്ത കുറച്ച് ആളുകൾ ഈ നോർത്ത് ഈസ്റ്റിലെയും ശരിക്കും പറഞ്ഞാൽ നമ്മളും ആണ് ഇന്നത്തെ ഇന്ത്യയുമായിട്ട് ശരിക്കും ബന്ധമില്ലാത്തത്. ബംഗ്ലാദേശ്, നേപ്പാൾ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാനൊക്കെ നേരിട്ടുള്ള ബന്ധങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ രീതി. നമുക്കുള്ള പിന്നെയും ബന്ധങ്ങൾ നമ്മുടെ പഴയ കാലത്ത് ഉണ്ടായിരുന്ന ബന്ധങ്ങൾ ശ്രീലങ്കയുമായിട്ടാണെന്നുള്ളത് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. അതുകൊണ്ടാണ് ശ്രീലങ്കക്കാരെയും തമിഴന്മാരൊക്കെ കണ്ടാൽ ഒരുപോലെ അവരുടെ ഭാഷ തമിഴാവുകയും സിംഹളം സമയം തമ്മിലുള്ള ബന്ധം, അതുപോലെ കന്നഡ, ആന്ധ്രാപ്രദേശ് എല്ലാം തമ്മിലുള്ള ബന്ധങ്ങളും ഒക്കെ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും. ഇനി നമുക്ക് പറയാനുള്ളത് എന്തുകൊണ്ട് ഇങ്ങനെ തമ്മിൽ തല്ലി ചാവണം എന്നുള്ള ഒരു കാര്യം ഡിസ്കസ് ചെയ്യണം. ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആയുധം വെക്കാൻ പോകുന്ന ഒരു രാജ്യം അമേരിക്കയാണ്. അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വെക്കാൻ പോകുന്നത്. ഇന്ത്യക്കും പാകിസ്ഥാനും അമേരിക്ക തന്നെ ആയിരിക്കും. റഷ്യ വിൽക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഒരുപാട് ക്യാഷ്, നമ്മുടെ ബഡ്ജറ്റിൻ്റെ ഒരുപാട് ക്യാഷ് ഇന്ത്യയും അതുപോലെ പാകിസ്ഥാനും ആർമിക്കും വേണ്ടിയിട്ടാണ് ചിലവാക്കുന്നത്. പല രാജ്യങ്ങളും, യൂറോപ്യൻ രാജ്യങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആർമി തന്നെ, അവർക്ക് പേരിന് ആർമി പോലും ഇല്ലാത്ത ഒരുപാട് രാജ്യങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തികൾ അവരിങ്ങനെ കുറച്ച് ലോകമേ തറവാട് എന്നുള്ള ലെവലിൽ പോകുമ്പോൾ ഒരുപാട് സംസ്കാരം ഉണ്ടെന്ന് പറയുന്ന നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷം വെക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അതിലൊരുപാട് പേരുടെ, രാഷ്ട്രീയക്കാരുടെ വരെ ആഗ്രഹങ്ങൾ, അതായത് ഒരു വേൾഡ് കപ്പോ അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞാൽ പാകിസ്ഥാനിലെ പല ആളുകളും ഇന്ത്യയിലെ പല നേതാക്കന്മാരും തമ്മിൽ കൂടിക്കലർന്നിരുന്ന് സംസാരിക്കുകയും ഇപ്പോഴത്തെ ജനങ്ങളുടെ ഇടയിലൊരു പക ഉണ്ടാക്കി എടുക്കുകയും ചെയ്യുന്നത് എന്തിനാണെന്നുള്ളത് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇന്ത്യയും പാകിസ്ഥാനും എന്നും ശത്രുക്കളായിരിക്കണതിൻ്റെ ആവശ്യം ആർക്കാണെന്നുള്ളതും നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവും. അതുപോലെ ശത്രുക്കളായി പല രാജ്യങ്ങളെയും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ അടുപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ച് നോക്കേണ്ടതാണ്. ചൈന വേറൊരു തരത്തിലുള്ള ഒരു വാറാണ് ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. റഷ്യയും അമേരിക്കയും വേറൊരു തരത്തിലുള്ള രീതിയിലുള്ള സമീപനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലോകത്ത് തന്നെ മൊത്തത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കുറച്ച് പേരാണുള്ളത്. അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ചധികം പേരും ഇതൊന്നും അറിയാതെ ആട്ടം കാണുന്ന ബഹുഭൂരിപക്ഷ ആളുകളും ഇവരെ നന്നാക്കാൻ വേണ്ടി, അതായത് ജനങ്ങളെ ബോധവൽക്കരണം നടത്താൻ വേണ്ടി നിൽക്കുന്ന ഏറ്റവും കുറഞ്ഞ ആളുകളുമാണ് ലോകത്ത് നിലനിൽക്കുന്നതെന്നാണ് കണക്ക് പ്രകാരം പറയപ്പെടുന്നത്. ആ കുറച്ച് പേഴ്സൻറ്റേജ് ആളുകൾ അവർക്കുള്ള ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ അവർ ജീവിച്ച് മരിച്ചു പോകുന്നതിൻ്റെ ഉള്ളിൽ ഈ ജനങ്ങളെ ബോധവൽക്കരണം നടത്തിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ നമ്മൾ മുമ്പ് പറയുന്ന പോലെ പ്രവാചകന്മാരുടെ ഡ്യൂട്ടി ഇന്നും ഏറ്റെടുക്കുന്ന കുറച്ച് ആളുകൾ ലോകത്തിൻ്റെ പല മേഖലകൾ, പല മതത്തിൽ നിരീശ്വരവാദികൾ എല്ലാം ഉണ്ട്. നിരീശ്വരവാദികളിൽപ്പെട്ട കുറേ ആളുകളാണ് ഇന്ന് ആ ദൗത്യം ഏകദേശം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് വേറെ ഒരു യാഥാർത്ഥ്യം. കാരണം അവർ മതത്തിൻ്റെ പേരിൽ വേറെ ആളുകളെ വേർതിരിച്ച് കാണാത്തതുകൊണ്ട് തന്നെ അവർക്കൊന്നും കൂടെ മനുഷ്യത്വപരമായിട്ട് ചിന്തിക്കാൻ പറ്റും. ഉള്ള കാര്യമാണ്.
കാരണം മതങ്ങൾ ഇന്ന് ചിന്തിക്കുന്നതിനേക്കാളും കൂടുതൽ മനുഷ്യപരമായി ചിന്തിക്കുന്നത് നിരീശ്വരവാദികളാണ്. അതാണ് അതിൻ്റെ സത്യം, യാഥാർത്ഥ്യം അതാണ്. അതുകൊണ്ട് തന്നെ മതങ്ങളില്ലാത്ത രാജ്യങ്ങളിലാണ് ഒന്നും കൂടെ ആളുകൾ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. മതങ്ങൾ മാത്രമല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, മതങ്ങളല്ലെങ്കിൽ ഭാഷകളുണ്ടാക്കും, ഗോത്രങ്ങളെ ഇതുണ്ടാക്കും, സംസ്കാരങ്ങൾ ഇത് വെച്ചിട്ടും ആചാരങ്ങൾ വെച്ചിട്ടൊക്കെ ആളുകൾ തല്ലിടും. ആചാരങ്ങൾക്ക് ഭാഷ വേണമെന്നില്ല. കാരണം റഷ്യയിലുള്ള ഒരു മനുഷ്യൻ്റെ നിരീശ്വരവാദിയുടെ ആചാരമല്ല ആഫ്രിക്കയിലുള്ള ഒരു നിരീശ്വരവാദിക്ക് ഉണ്ടാവുക. ഇന്നിപ്പോൾ ലോകം അത്യാവശ്യം മാറിയതുകൊണ്ട് ഏകദേശം വേഷത്തിൽ ഒരുപോലെ തോന്നുമെങ്കിലും ബാക്കിയുള്ള കാര്യത്തിലൊക്കെ ഡിഫറൻസാണ്. ടോയ്ലറ്റ് പോകുന്ന കാര്യത്തിൽ വരെ ഡിഫറൻസാണ്. തണുപ്പുള്ള രാജ്യങ്ങളിൽ ടോയ്ലറ്റ് പോകുന്നതിന് നമ്മൾ പിന്നെ എന്താ പറയുക തുണി അല്ല കടലാസ് ഉപയോഗിക്കുന്നതിന് തെറ്റ് പറയാനും പറ്റില്ല. കാരണം നമ്മുടെ നാട്ടിലൊരു 10-23 ഡിഗ്രിയിലേക്ക് വന്നാൽ തന്നെ ആളുകൾക്ക് കുളിക്കാൻ മടിയാണ്. അപ്പോൾ അതാണ് അങ്ങനെയുള്ള കാര്യം. അപ്പോൾ നമ്മൾ ഡിഫൻസിലേക്ക് കൊണ്ടുപോയിട്ട് ഒരുപാട് ക്യാഷ് മുടക്കുക. ഇപ്പോൾ BJP ചെയ്തതിലൊരു നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഡിഫൻസിലേക്ക് ക്യാഷ് ഒന്ന് കുറച്ചു എന്നുള്ളൊരു നല്ല കാര്യമാണ്. പക്ഷേ അതിലൊരു വേറൊരു അപകടം ഇരിക്കണമെന്ന് വെച്ചാൽ പല പ്രശ്നങ്ങളും ഇവർ മുഖേന തന്നെയാണ് ഉണ്ടാവുന്നതെന്നുള്ളതും ആ ക്യാഷൊക്കെ എവിടെ പോയി എന്നുള്ളതും ഒക്കെയാണ് പിന്നീടുള്ള സംഭവം. ഏറ്റവും നമ്മൾ ഇന്ന് ഇന്ത്യ എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും നമ്മൾ കടപ്പെട്ടിരിക്കുന്നൊരു സംഭവം കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി തന്നെയാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ ആയിട്ട് ഇന്ത്യയിൽ പല ഭാഗത്തും പ്രത്യേകിച്ച് നമ്മുടെ മലപ്പുറത്ത്, ഇന്നത്തെ മലപ്പുറമല്ല അന്ന് നമ്മുടെ എന്താ പറയുക മലബാർ, എന്നിട്ട് MSP ഒക്കെ അങ്ങനെ ഉണ്ടായത്. മലപ്പുറം ഏരിയ ഉണ്ടായിരുന്നെങ്കിലും മലപ്പുറം ജില്ല ഉണ്ടായിരുന്നില്ല. ഇന്നും മലപ്പുറം സിറ്റി ഉണ്ടല്ലോ. അപ്പോൾ മലപ്പുറം സിറ്റിയിലൊക്കെ ഒരുപാട്, അതുപോലെ കൊച്ചിയിൽ, നമ്മുടെ ഈ കേരളത്തിൻ്റെ ഭാഗത്തും തമിഴ്നാട്ടിലൊക്കെ ഒരുപാട് സ്വാതന്ത്ര്യ സമരങ്ങൾ നടന്നിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അണ്ടറിലുള്ള ടെറിട്ടറിയിൽ വെച്ചിട്ട് പലയിടത്തായിട്ട് ഒറ്റപ്പെട്ട 200 വർഷത്തിൻ്റെ അടുപ്പിൽ പലപ്പോഴായിട്ട് പല സുൽത്താന്മാരും പല രാജാക്കന്മാരും, അതിൽ മതമൊന്നുമില്ല, എല്ലാവരും സ്വന്തം ടെറിട്ടറീനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് യുദ്ധങ്ങൾ ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ട്. അവരൊക്കെ ഇവർ തമ്മിൽ തല്ലിപ്പിച്ചിട്ടാണ് ഇവരൊക്കെ തോൽപ്പിച്ചു കൊണ്ടിരുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പോകുന്ന ടൈമിലും അവരത് തന്നെ ചെയ്തിട്ട് പോയി എന്ന് വേണം പറയാൻ. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ കൊല്ലുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സാമ്രാജ്യത്വ ശക്തികളാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് മനസ്സിലാവും. കാരണം സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് പറഞ്ഞിരുന്നത് ഈ യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ അണ്ടറിൽ ഈ ലോകത്തിൻ്റെ ഏകദേശം പകുതി മുക്കാൽ ഭാഗങ്ങളും അവർ അടക്കി ഭരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പല രാജ്യങ്ങളും അവരുടെ സ്വാതന്ത്ര്യം വന്നതോടുകൂടി, ഉദാഹരണം ഓസ്ട്രേലിയയൊക്കെ, പല രാജ്യങ്ങളിൽ നിന്ന് നാട് കടത്തപ്പെട്ട ആളുകളും ഓസ്ട്രേലിയൻ ട്രൈബ്സും ചേർന്നതാണ് ഇന്നത്തെ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ രാജ്യം. അവരൊരുപാട് ദൂരെത്താനുള്ള ഒരു കാരണങ്ങളിലും ഏറ്റവും മെയിൻ കാരണം എനിക്ക് തോന്നുന്നത് അവരുടെ ചുറ്റുഭാഗം കടലാണെന്നുള്ളതാണ്. സമാധാനം, സ്വസ്ഥം. ഓസ്ട്രേലിയയിൽ കണ്ടില്ലേ, ഇതാണ് വെസ്റ്റേൺ ഓസ്ട്രേലിയ, ഏറ്റവും വലിയ സ്റ്റേറ്റായിട്ട് അറിയപ്പെടുന്നത്. എന്നാൽ ഓസ്ട്രേലിയൻ്റെ ഏറ്റവും ചെറിയ സ്റ്റേറ്റിലാണ്, ഇവിടെയാണ് കാർബറയാണ് ഓസ്ട്രേലിയയുടെ തലസ്ഥാനം. ടാസ്മാനിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു, നമുക്ക് ശ്രീലങ്ക എന്ന് പറഞ്ഞ പോലെ ഓസ്ട്രേലിയക്ക് തന്നെ അവരുടെ ടെറിട്ടറിയിൽ പെട്ടിട്ട് തന്നെ ഒരു സ്ഥലം കൂടെ ഉണ്ട്. നമ്മൾ ക്രിക്കറ്റൊക്കെ കാണുമ്പോൾ എനിക്ക് ഏറ്റവും പോകാൻ ഇഷ്ടപ്പെട്ട രാജ്യങ്ങളിലൊന്നാണ്. കാരണം ഓസ്ട്രേലിയ കണ്ടു കഴിഞ്ഞാൽ, ഇന്ത്യ കണ്ടു കഴിഞ്ഞാൽ പല സംസ്കാരങ്ങൾ കാണാമെന്ന് പറഞ്ഞു, ഓസ്ട്രേലിയ കണ്ടു കഴിഞ്ഞാൽ പല രാജ്യങ്ങൾ കണ്ട പോലെ, അതുപോലെ ഓസ്ട്രേലിയയിലുള്ള പല സസ്യങ്ങളും ജീവികളും ലോകത്ത് പലയിടത്തും ഇല്ല. ഓസ്ട്രേലിയയിലെ മണ്ണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഭൂമധ്യരേഖയുടെ അതായത് താഴെ മീൻസ് സൗത്ത്, താഴെ എന്ന് പറയാൻ പറ്റില്ല, സൗത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങളുടെ പ്രത്യേകതകളിൽ ഓസ്ട്രേലിയക്ക് ആ പ്രത്യേകത പ്രത്യേകിച്ച് കാണാൻ പറ്റും. അത് പെട്ടെന്ന് ഒരു മിനിറ്റ്. ഓസ്ട്രേലിയയുടെ പ്രത്യേകത നമുക്കിങ്ങനെ ദൂരം നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. കണ്ടോ, ഒരു ചുവപ്പ് ഫീലിംഗ് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഓസ്ട്രേലിയയുടെ പ്രത്യേകതയാണ്. ചുവന്ന ഒരു മരുഭൂമിയുണ്ട് ഓസ്ട്രേലിയയിൽ. അത് ഏകദേശം ഈ മരുഭൂമിയൊക്കെ താണ്ടിപ്പോകുന്ന സഞ്ചാരികളുടെ, എനിക്ക് ഒരു ആഗ്രഹമുള്ളതാണ് ഓസ്ട്രേലിയയിൽ പോകുമ്പോൾ ഈ ചുവന്ന മരുഭൂമി താണ്ടെന്ന്. അതുപോലെ ഉപ്പ് തടാകങ്ങളൊക്കെ ഓസ്ട്രേലിയയിൽ തന്നെ പലയിടത്തായിട്ട് ഉപ്പ് തടാകങ്ങളൊക്കെ ഉണ്ട്, അതും നമുക്ക് കാണാൻ പറ്റും. അഗ്നിപർവ്വതം, അതുപോലെ മഞ്ഞുമലകളുണ്ട്, കടൽ തീരം, പല വിധത്തിലുള്ള മത്സ്യ സമ്പത്ത്,
അതുപോലെ എന്താ പറയുക കായിക വിനോദങ്ങൾ. ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല ടൂറിസം നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ആ രാജ്യത്തെ ജനങ്ങൾക്ക് തന്നെ ബ്രിസ്ബനിലൊക്കെ നല്ലോണം എന്താ പറയുക കടലിൽ കായിക വിനോദങ്ങളുണ്ട്. മെൽബണിലും എല്ലാം ഉണ്ട്. ടാസ്മാനിയയുടെ ഇതിൻ്റെ ഇടയിലുള്ള ഏരിയയിലൊക്കെ നമ്മുടെ കടലിൻ്റെ അടിയിൽ പോയിട്ടുള്ള ടൂറിസങ്ങളിലെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യം ഓസ്ട്രേലിയയാണ്. അതുപോലെ ഓസ്ട്രേലിയയിൽ കാടുണ്ട്, മരുഭൂമികളുണ്ട്, തടാകങ്ങളുണ്ട്, കുന്നുകളുണ്ട്, മലകളുണ്ട്. ഇന്ത്യയിനേക്കാളും ഒരുപാട് വലിയ രാജ്യമാണ് ഓസ്ട്രേലിയ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഓസ്ട്രേലിയ എന്നൊരു രാജ്യം ഇത്ര പുരോഗമിച്ചു ഇന്ന് എന്താ പറയുക ഡെവലപ്ഡ് കൺട്രി ആവാനുള്ള ഓസ്ട്രേലിയയുടെ വെസ്റ്റേൺ ഓസ്ട്രേലിയയാണ് ഇപ്പോഴും ഡെവലപ്പ് ആവാതെ കിടക്കുന്ന ഏരിയകളിൽ കുറച്ചുള്ളത്. ബാക്കി അത്യാവശ്യം വേറൊരു പ്രത്യേകത, എല്ലാ രാജ്യത്തിനുള്ള പ്രത്യേകതയാണ്, ഓസ്ട്രേലിയയുടെ 90% ആളുകളും ജീവിക്കുന്നത് ഈ കടൽ തീരത്ത്. ഇപ്പോൾ ഈ ഒരു പച്ചപ്പ് കാണുന്നില്ലേ, കടൽ തീരത്ത് ബന്ധപ്പെട്ടിട്ടാണ്. ഈ ഭാഗത്താകുമ്പോൾ ഈ പെർത്തുമായി ബന്ധപ്പെട്ടുള്ള ഈ ഏരിയയിലും ആണ്. ഇതിൽ ചേർന്നിട്ടാണ് 90% ആളുകൾ ജീവിക്കുന്നത്. ബാക്കിയുള്ള ഏരിയകളൊക്കെ ജനവാസം കുറഞ്ഞ ഡേഞ്ചറായിട്ടുള്ള ജീവികളും ഒക്കെ ഉണ്ട് അവിടെ. പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ളൊരു രാജ്യം, ലോകത്താദ്യം എന്താ പറയുക സൂര്യൻ ഉദിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ന്യൂസിലാൻഡാണ്. 2 ഏരിയകളായിട്ടാണ് ന്യൂസിലാൻഡ് തിരിച്ചിട്ടുള്ളത്. ഓക്ലാൻഡും ന്യൂസിലാൻഡും ആയിട്ട് തന്നെയാണ് തിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് താരതമ്യേന ഹൈറ്റ് കുറഞ്ഞ, അതായത് സമുദ്രനിരപ്പിൽ നിന്ന് വളരെ ഹൈറ്റ് കുറഞ്ഞിട്ടുള്ളൊരു രാജ്യമാണ് ന്യൂസിലാൻഡ്. പലപ്പോഴും ഭൂമിക്കുലുക്കം അതുപോലെ സ്ഫോടനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ന്യൂസിലാൻഡ്. അതുകൊണ്ട് തന്നെ അവിടെ ഇഴജന്തുക്കളൊന്നും അധികം വാഴാറില്ല. വിഷപ്പാമ്പുകളില്ലാത്ത ഒരു രാജ്യമായിട്ടാണ് ന്യൂസിലാൻഡ് ഇന്നും അറിയപ്പെടുന്നത്. ന്യൂസിലാൻഡിനെയും ഈ പൊക്കിക്കൊണ്ട് അവിടെയുള്ളത് ഗോത്രവർഗ്ഗക്കാരും പല രാജ്യത്തു നിന്നും, അതായത് യൂറോപ്പിൽ നിന്നൊക്കെ പല യൂറോപ്യൻ രാജ്യത്തു നിന്ന് നാട് കടത്തിയ വെള്ളക്കാരാണ് ഇന്നത്തെ അവിടുത്തെ പിന്മുറക്കാർ. സത്യം പറഞ്ഞാൽ ക്രിമിനലുകൾ, ജയിലിൽ നിന്ന് മാറ്റിയ പല ക്രിമിനലുകളുമാണ് ഓസ്ട്രേലിയ ഇന്നത്തെ നല്ല രീതിയിൽ ന്യൂസിലാൻഡിനെ എത്തിച്ചിട്ടുള്ള ആളുകളെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ യൂറോപ്യൻ കൺട്രീസിൽ നിന്ന് ഒരുപാട് ആളുകൾ കൂടിയേറിയ ഒരു ഏരിയയാണ് ഇത്. ആഫ്രിക്കയിലെ നോർത്തേൺ ആഫ്രിക്കയും അതുപോലെ ഒരുപാട് പേര് അമേരിക്കയിലും അങ്ങനെ തന്നെയാണ് എത്തിപ്പെട്ടിട്ടുള്ളത്. കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചതല്ല. റെഡ് ഇന്ത്യൻസും ഗോത്രവർഗ്ഗക്കാരും മാത്രം ജീവിച്ചിരുന്ന അമേരിക്കയിലേക്ക് അങ്ങനെയാണ് വെള്ളക്കാരുടെ ഒരു ഒഴുക്കുണ്ടായിട്ടുള്ളത്. ഒരുപാട് രാജ്യങ്ങളിലേക്ക് അങ്ങനെ തന്നെ അല്ല. ഈ സൗത്ത് അമേരിക്കയ്ക്ക് ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത്, മറ്റിടത്തൊക്കെ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത് നോർത്ത് അമേരിക്കയ്ക്ക് ഇംഗ്ലണ്ടെന്നും അങ്ങനെയുള്ള സ്ഥലത്തു നിന്നാണ് കൂടുതലെങ്കിൽ പോർച്ചുഗൽ, സ്പെയിൻ പോലുള്ള സ്ഥലത്തു നിന്നാണ് സൗത്ത് അമേരിക്കയിലേക്ക് ഏറ്റവും കൂടുതൽ പലായനം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ബ്രസീൽ, കൊളംബിയ ഇന്ന ഏരിയകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് പോർച്ചുഗീസ് ഭാഷ ഒരു മെയിൻ ഭാഷയായിട്ട് തന്നെ നിലനിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ആഫ്രിക്കേനെ പറ്റി പറയുകയാണെങ്കിൽ ആഫ്രിക്ക ഇരുണ്ട ഭൂഖണ്ഡം എന്നാണ് അറിയപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇന്ന് ആഫ്രിക്കയിലെ പല രാജ്യങ്ങളെയും പ്രത്യേകിച്ച് സൗത്ത് ആഫ്രിക്ക ഒക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലോക നിലവാരമുള്ള അതായത് മൊറോക്കോ ഒക്കെ ലോക നിലവാരത്തിൽ തന്നെ ഡെവലപ്പായിട്ടുള്ള രാജ്യങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സൗത്ത് ആഫ്രിക്കയുടെ കാര്യം പറയുകയാണെങ്കിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യമാണ് സൗത്ത് ആഫ്രിക്ക. അവർ കറുത്ത വർഗ്ഗക്കാരും വെളുത്ത വർഗ്ഗക്കാരും തമ്മിലുള്ള സംവരണവും അതുമായി ബന്ധപ്പെട്ട പല ക്രിക്കറ്റിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ലോകത്തെ സുന്ദരമായിട്ടുള്ള പല എന്താ പറയുക പല സ്ഥലങ്ങളും, കേപ്പ് ടൗണൊക്കെ വളരെ അടിപൊളി സ്ഥലമാണ്. അപ്പോൾ പല സ്ഥലങ്ങളും നിൽക്കുന്നൊരു രാജ്യമാണ് സൗത്ത് ആഫ്രിക്ക. അവർ പല കാര്യത്തിലും കുതിച്ച്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 10-25 വർഷം കൊണ്ട് അവർ എത്തിയിരിക്കുന്നത് ഇന്ത്യ എത്തിയതിനേക്കാളൊക്കെ സ്പീഡിലാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരും. നമ്മുടെ ഇന്ത്യയുടെ കാര്യം വരികയാണെങ്കിൽ തന്നെ നമ്മുടെ പല സംസ്ഥാനങ്ങളും, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, കേരളം കുറച്ച് കുറവാണെങ്കിൽ പോലും പല സംസ്ഥാനങ്ങളും നല്ലോണം, കേരളവും GDP അത്യാവശ്യം കൊടുക്കുന്നുണ്ട്, ഇങ്ങോട്ട് കിട്ടുന്നത് കുറവാണ്. സൗത്ത് ഇന്ത്യ മൊത്തത്തിൽ ഒറ്റ രാജ്യമായിട്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മളും ഏകദേശം ഒരു ഡെവലപ്ഡ് രാജ്യത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടാവും. പല നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളെയും ഇന്നും സ്കൂളിലേക്കും മറ്റും വിടാതെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുത്തക, എന്താ പറയുക, മാർവാടി, എന്താ പറയുക, അങ്ങനെയുള്ള ഒരു ജന്മിത്ത വാഴ്ചയാണ് ഇപ്പോഴും നോർത്ത് ഇന്ത്യയിൽ പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. ചില ആളുകളൊക്കെ തല്ലിക്കൊന്നാൽ, അതായത് മതം എന്ന് മാത്രമല്ല പല മതത്തിൽപ്പെട്ട ആളുകൾ തല്ലിക്കൊന്നാൽ ഒരു പട്ടി പോലും ചോദിക്കാനില്ല എന്നുള്ളിടത്ത് കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ സ്ഥിതി മാറിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ സംസ്കാരവും അഡാപ്റ്റേഷനും ഒക്കെ നമുക്ക് കുറച്ച് വ്യത്യാസമുള്ളതുകൊണ്ടാണ്. കേരളത്തിലൊരു ജന്മി വന്നിട്ട് കുറച്ച് ആളുകളെ എന്തെങ്കിലും ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ സമ്മതിക്കുമോ? ഇല്ല.
അതുപോലെ തന്നെയാണ്. അതായത് ഒരാളുടെ അവകാശം നിഷേധിക്കുന്നത് കണ്ട് ഒരാൾ ചിരിക്കാൻ നിന്നാൽ നാളെ അയാൾക്കും അതേ സംഭവം വരുമ്പോൾ തടുക്കാൻ ആരും ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. നമ്മളെപ്പോഴും നമ്മുടെ മുന്നിൽ അനീതി കാണുമ്പോൾ ഒന്നെങ്കിൽ അതിനെതിരെ പ്രതികരിക്കുക, അല്ലെങ്കിൽ അതിനെതിരെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, അതും അല്ലെങ്കിൽ മനസ്സിലെങ്കിലും അതിനെ ശപിച്ചുകൊണ്ടിരിക്കുക, ബാക്കിയുള്ളവർക്ക് ആ മെസ്സേജ് കൊടുത്തിട്ട് വെറുതെ നമ്മളതിനെ നമുക്കൊരു പ്രശ്നമില്ല എന്ന് വിചാരിച്ച് തള്ളിക്കളയാൻ നിൽക്കരുത്, ചിരിക്കാൻ തീരെ നിൽക്കരുത്. ഇപ്പോൾ ഇന്ത്യയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് സംഭവിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ചില സംസ്ഥാനങ്ങളിൽ മണിപ്പൂരിലൊക്കെ നമുക്ക് നടന്നത് എന്താണെന്ന് കറക്റ്റായിട്ട് അറിയാം. ഇവിടെയൊക്കെ ഇൻ്റർനെറ്റ് വരെ വിച്ഛേദിച്ചിട്ട് പുറം ലോകത്തേക്ക് മാധ്യമങ്ങളുടെ ഒരു കാര്യങ്ങളും വരാത്ത രീതിയിൽ അടച്ചു വെച്ചുകൊണ്ടാണ് നമ്മുടെ സർക്കാർ ജനങ്ങളോട് പെരുമാറിയിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ശക്തമായിട്ട് തന്നെ അതിനെ എതിർക്കണം. അതുപോലെ നോർത്ത് ഇന്ത്യയിൽ പല എന്താ പറയുക ആദിവാസി ഗോത്രങ്ങളെയും മറ്റുള്ളതൊക്കെ ഇവർ തുടച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പല കളികളും നടക്കണമെന്ന് വെച്ചാൽ ഒരുപാട് കാലം ഇവർക്ക് ഇവിടെ ഇങ്ങനെ അടക്കി ഭരിക്കാൻ. അപ്പം നമ്മളെ എന്താ പറയുക നമ്മുടെ അടക്കി ഭരിക്കാൻ വന്ന ശരിക്ക് പറഞ്ഞാൽ BJPയുടെ RSSൻ്റെയും ഒക്കെ വേര് തപ്പി ഇറങ്ങുകയാണെങ്കിൽ നമുക്കത് ഇറാനെന്നാണ് തുടങ്ങിയതായിട്ട് കാണാൻ പറ്റുക. ഇറാനെന്ന് ഇന്നത്തെ ഇറാനെന്ന് പണ്ട് പേർഷ്യ എന്ന് പറയുന്ന ഒരു മൊത്തത്തിലുള്ള ഒരു ഏരിയ ആയിരുന്നു. ഇന്ന് ഇറാൻ എന്നറിയപ്പെടുന്ന ഈ ഒരു ഏരിയ നമ്മളത് വേറെ രാജ്യമായിട്ട് കണക്കാക്കരുത്. ഒരുപാട് നാട്ടുരാജ്യങ്ങളായിരുന്നു ഇതിൻ്റെ ഇടയിലൊക്കെ. ഇവിടുന്ന് ആളുകൾ സ്വാഭാവികമായിട്ടും പലയിടത്തേക്കും പലായനം ചെയ്യുന്നതിൻ്റെ ഇടയിൽ നോർത്തിലേക്കും ഈസ്റ്റിലേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ കുറച്ച് ആളുകൾ ഇവിടെ വരികയും നമ്മുടെ ഈ ഏരിയകളിലും നമ്മുടെ സൗത്ത് ഏരിയകളിലൊക്കെ പല ഗോത്രവർഗ്ഗങ്ങളും ആദിവാസികളായിട്ട് ജീവിക്കുന്ന നമ്മുടെ പൂർവികരുടെ ഇടയിലേക്ക് ഇങ്ങോട്ട് നമ്മുടെ സൗത്തിലേക്ക് എത്താൻ ഒരുപാട് ടൈം എടുത്തിട്ടുണ്ട്. പക്ഷേ നോർത്തിലേക്കൊക്കെ എത്തിയ ടൈമിൽ ഇവർ ആര്യന്മാരായിട്ടാണല്ലോ വന്നിട്ടുള്ളത്. നല്ല വെളുത്ത് തുടുത്ത് ഹൈറ്റൊക്കെ വെച്ച് നല്ല സുന്ദരന്മാരായിട്ടുള്ള ആളുകളാണ് ഇറാനി പേർഷ്യക്കാർ ആയിട്ട് ആര്യന്മാർ. അവരിവിടെ കുറച്ച് ആളുകളൊക്കെ അവരുടെ കൂട്ടത്തിൽ കൂട്ടുകയും ബാക്കി അവരുടെ സന്താനങ്ങളെ വെച്ചിട്ട് അവർ ഇന്നത്തെ ഹിന്ദുമതത്തിൻ്റെ പഴയ പല രൂപങ്ങളും അവർ കൊടുന്നതാണ്. സത്യം പറഞ്ഞാൽ ശിവനും വിഷ്ണുവും രണ്ടും രണ്ട് വിഭാഗമാണെന്നാണ് പറയാം. വൈഷ്ണവരും ശൈവരും. ഇന്നത്തെ ഹിന്ദു മതം എന്ന് പറയുന്നതിൽ രണ്ടും ത്രിമൂർത്തികളിൽ രണ്ട് ഭാഗം എന്നുള്ള മോഡലിലാണ് പറയപ്പെടുന്നെങ്കിലും ഇത് സത്യം പറഞ്ഞാൽ രണ്ടും രണ്ട് ആചാരങ്ങൾ പിന്നീട് കൂട്ടി യോജിപ്പിക്കപ്പെട്ടതാണ്. അല്ലാതെ ഹിന്ദു മതം എന്ന് പറഞ്ഞൊരു മതമില്ല. അപ്പോൾ ഈ ബ്രാഹ്മണന്മാർ മെയിനായിട്ട് വൈഷ്ണവ, അതായത് ആ ഒരു രീതിയിലുള്ള കഥകളായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അവർ ഇതേപോലെ കുറച്ച് പ്രമാണിമാരായിട്ടുള്ള കുറച്ച് ആളുകളെ വെച്ചിട്ട് അവർക്ക് ഉന്നത ജാതിയും വെച്ച് കൊടുത്ത് ബാക്കിയുള്ളവരുടെ ജോലിയിലേക്ക് കടന്നിട്ട് അവർ ഓരോ ജോലിയുടെ വിഭാഗത്തിൽ അവരതിൽ തന്നെ അടിച്ച് ഇടുകയും അവർക്ക് അന്നാന്നുള്ള അന്നത്തിനുള്ള കാര്യങ്ങൾ മാത്രമേ അവകാശമുള്ളൂ എന്നുള്ള ലെവലിലേക്ക് സ്വന്തമായിട്ട് വീട് പോലും വെക്കാനുള്ള അവകാശം അവർക്ക് കൊടുക്കാത്ത ലെവലിൽ അവർ അടക്കി ഭരിക്കുകയായിരുന്നു ചെയ്തത്. കാരണം കയ്യൊക്കെയുള്ളവൻ കാര്യക്കാരെന്നുള്ള ലെവലിൽ ഇവരാണെങ്കിൽ ഒരുപാട് ഓഫറുകളും കൊടുത്ത് അങ്ങനെ നോർത്ത്, ഇന്നത്തെ ഇന്ത്യയുടെ നോർത്തും പാകിസ്ഥാൻ്റെ ഏരിയയിലൊക്കെ ഇവർ ആഞ്ഞ് കയറി. അതാണ് ഗോത്രവർഗ്ഗങ്ങളും ആദിവാസികളും ഉണ്ടായിരുന്ന ഇടയിലേക്ക് പല ആചാരങ്ങളും വരാനുള്ള കാരണം. അപ്പോഴും ഈ ശിവഭക്തർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആളുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ശിവൻ്റെ ഏരിയ കൈലാസമായിട്ടാണല്ലോ അറിയപ്പെടുന്നത്. അപ്പോൾ ശിവഭക്തർ എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു കറുത്ത ഗോത്രവർഗ്ഗക്കാരനായിരുന്നു ശിവഭക്തരുണ്ടായിട്ടുണ്ടായിരുന്നത്. അവരിൽ നല്ല രാജാക്കന്മാരും അവരൊക്കെ ഇവരെ എതിർത്തിട്ടുണ്ടായി. പലപ്പോഴും പല യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. നമുക്ക് സമീപഭാവിയിൽ അതിൻ്റേത് തെളിവായിട്ട് പറയാനുള്ള കാര്യങ്ങളൊന്നുമില്ലെങ്കിലും നമ്മുടെ ദശാവതാരം സിനിമയിൽ ആ ഫസ്റ്റത്തെ ഒരു സീന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലാവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ശിവരുടെ ഭൂമിയിലേക്ക് വൈഷ്ണവർ വന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ പറയാനുള്ളത് അങ്ങനെ വന്ന് ഈ ഒരു അടിച്ചമർത്തലും ഈ കറുത്തവരോടുള്ള അവഗണനയൊക്കെ ആയിട്ട് ഈ നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനെ തിങ്ങി നിൽക്കുന്നത്, അതിൻ്റെ ഒരു ഏകദേശം അംശം തന്നെയാണ് പിന്നീട് നമ്മുടെ സൗത്തിലേക്കും ഇങ്ങനെ പടർന്നു വന്നത്. പക്ഷേ അവിടെയുള്ള കറക്റ്റ് ഇറാനി ബ്രാഹ്മണരല്ല നമ്മുടെ സൗത്തിലേക്ക് വന്നപ്പോൾ മിക്സഡ് ആയിട്ടുള്ള ആളുകളാണ് ഇവിടെ എത്തിയത്. അങ്ങനെ ഇവിടെയും അതേ ആ ഒരു വികാരം ഇങ്ങനെ നമ്മളെ കൊണ്ടു. പല ആദിവാസി ആദിവാസികൾക്ക് ഗോത്രങ്ങളും അവരുടേതായ എന്താ പറയുക ടെമ്പിളുകളൊക്കെ ഉണ്ടായിരുന്നു. ടെമ്പിൾ മീൻസ് അങ്ങനെയുള്ള മൂർത്തികളൊക്കെ. ഇന്നും ചില മൂർത്തികൾ ഹിന്ദു മതത്തിലേക്ക് കയറിയിട്ടുണ്ട്. ചില മൂർത്തികൾ വിഷ്ണുവിൻ്റെ അവതാരത്തിൻ്റെ അണ്ടറിലേക്ക്, ഇപ്പോൾ ദശാവതാരം അല്ലാതെ എന്താ പറയുക
കുടിയിരുത്തുന്ന പോലുള്ള രൂപങ്ങളുണ്ട്. ഇപ്പോൾ ഗുരുവായൂരിൽ ശ്രീകൃഷ്ണനാണ് യഥാർത്ഥത്തിൽ ഇരിക്കുന്നതെന്ന് പറയാം. പക്ഷേ ശ്രീകൃഷ്ണൻ വിഷ്ണുവിൻ്റെ ഒരു അവതാരമായിട്ടാണ്, 10 അവതാരത്തിൽ ഒരു അവതാരമായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ശബരിമലയിൽ അയ്യപ്പൻ്റെ ബാക്കിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള, അതായത് ഗോത്രങ്ങളുടെ, ആദിവാസി ഗോത്രത്തിൻ്റെ ബാക്കിൽ നിന്നാണ് അത് വന്നിട്ടുള്ളത്. അതേ ആദിവാസികൾ തന്നെയാണ് പിന്നീട് ഹിന്ദു മതം എന്ന് പറഞ്ഞ ലെവൽ മാറിയുള്ളത്. അതായത് അതവരുടെ സ്വത്തല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഞാൻ ഒരു മതത്തിൽ നിൽക്കുന്നു, ഞാൻ വേറൊരു ആചാരത്തിലേക്ക് മാറുമ്പോൾ എൻ്റെ ശാസ്ത്രത്തിന് എനിക്ക് വേണമെങ്കിൽ വേറെ ആചാരത്തിലേക്ക് കൊണ്ടുപോകാം, അത് എൻ്റെ അവകാശം. അതുപോലെയാണ് ശബരിമല കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളതെന്നാണ് നമുക്ക് അറിയാൻ പറ്റുക. കാരണം ആ ഗോത്രങ്ങളായിട്ട് ഇവിടെ വേറെ ആരുമില്ല, അവരൊക്കെ തന്നെയാണ് ഇന്ന് ഹൈന്ദവ മതത്തിൽ നിൽക്കുന്നത്. അപ്പോൾ അവരുടെ ക്ഷേത്രം തന്നെ അവർ ആ ദേവൻ്റെ ഒരു രൂപം മാറ്റിയെന്ന് മാത്രം, പഴയ ദേവൻ്റെ രൂപമല്ല. അയ്യപ്പൻ്റെ പേരും അത് ഞാൻ വായിച്ചിട്ടുണ്ട്, അത് അയ്യപ്പനുമായി ബന്ധപ്പെട്ട എന്തൊരു പേര് തന്നെയാണ് അതിന് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് പലയിടത്തും പല പേരുകളൊക്കെ ആയിട്ട് പലരും അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിനെ കണക്റ്റ് ചെയ്തതാണ് പിന്നീട്. എന്തുകൊണ്ടോ ബ്രഹ്മാവിന് വളരെ കുറവ് ക്ഷേത്രങ്ങളെ, 1-2 അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. ആ ബ്രഹ്മാവിൻ്റെ പേരിൽ വല്ലാണ്ട് അടിപിടികളും കാണാനില്ല. ഈ ശൈവരും വൈഷ്ണവരും തമ്മിലാണ് അടി. അപ്പോൾ വേറെ കാര്യം പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഇങ്ങനെ ഒരുപാട് കാലത്തെ അടിച്ചമർത്തുകളിൽ ഈ അടിയാളന്മാരായിരുന്നു ഏറ്റവും കൂടുതലുണ്ടായിരുന്നത്. ഒരു 80% കുടിയാന്മാർ, അടിയാന്മാർ. അങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് ഇന്ത്യയിലേക്ക് ഒരുപാട് മതങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ പ്രമുഖമായിട്ട് വന്നിട്ട് ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട ആളുകൾ വന്നിട്ടുണ്ട്. അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ക്രിസ്ത്യൻ മതത്തിൽ അത്യാവശ്യം നല്ലോണം വിശ്വസിക്കുന്ന ആളുകൾക്ക്, നല്ല വിശ്വാസികൾക്ക് അത് തന്നെയാണല്ലോ ഒറിജിനൽ മതം. അപ്പോൾ അവർ നന്നായിട്ട്, ബാക്കി ജനങ്ങൾ മോശമാവരുതല്ലോ അവർക്ക്. അല്ലാതെ മതം പ്രചരിപ്പിച്ച ക്രിസ്ത്യാനികൾക്ക് വേറെ ദുരുദ്ദേശമൊന്നുമില്ല. രാജ്യങ്ങൾ കൈയടക്കാൻ പോയിട്ടുള്ള ക്രിസ്ത്യാനികൾ മതത്തിൻ്റെ പേരിലും അല്ല കൈയടക്കിയിട്ടുള്ളത്. അതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പം മതത്തിൻ്റെ ബേസിലുള്ള ക്രിസ്ത്യാനികൾ അവരെന്താ വെച്ചാൽ ലോകത്തിന് മൊത്തം പാപമോചനം കിട്ടണമെങ്കിൽ അത് നമ്മുടെ ഉത്തരവാദിത്തമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ മതം പ്രചരിപ്പിച്ച ക്രിസ്ത്യാനികൾ നോക്കിക്കഴിഞ്ഞാൽ, അധിക എണ്ണത്തിന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവരല്ല പ്രശ്നക്കാർ. പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത് ബാക്കിയുള്ള ആളുകളാണ്. അങ്ങനെ ക്രിസ്ത്യാനികൾ വന്നു കഴിഞ്ഞപ്പോൾ എന്താ വെച്ചാൽ, ഈ അടിയാളന്മാരിൽ 80% വരുന്ന അടിയാളന്മാർക്ക്, ക്രിസ്ത്യാനികൾ പല ഏരിയകളിലായിട്ടാണ് വന്നിട്ടുള്ള അടിയാളന്മാർക്ക് നല്ല സ്ഥാനങ്ങൾ കിട്ടാൻ തുടങ്ങി. അവർ മുൻപന്തിയിലേക്ക് വരാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് പേര് ക്രിസ്ത്യൻ മതത്തിലേക്ക് പോയി. അതുപോലെ തന്നെയാണ് പിന്നീട് വന്നിട്ടുള്ള ഇസ്ലാം മതത്തിലും വന്നിട്ടുള്ളത്. ഒരുപാട് പേര് ഇസ്ലാം മതത്തിൽ വന്ന ആളുകൾക്ക് പിന്നെ ബ്രാഹ്മണൻ്റെ മുന്നിൽ വരാം. അറബികൾ ഇങ്ങനെ പറയുമ്പോൾ, ഇസ്ലാം മതത്തിൻ്റെ തുടക്കം ഇന്നത്തെ സൗദി അറേബ്യ തന്നെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. മക്ക, മദീന, ഈ ഏരിയകളാണ്. മദീനയാണ് പിന്നീട് മെയിനായിട്ട് അറിയപ്പെട്ടിട്ടുള്ളത്. മക്കയിലാണ് കേന്ദ്രമായിട്ടുള്ളത് കഅബ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ഏരിയയിൽ നിന്ന്, ഇന്നത്തെ സൗദി അറേബ്യൻ്റെ ഏരിയയിൽ നിന്ന് ഇവരും ഇറാനികളും തമ്മിൽ, പേർഷ്യക്കാരും തമ്മിലുള്ള ഒരു ബന്ധം എന്താണെന്ന് വെച്ചാൽ, അവരേകദേശം, അതായത് ഈ ബ്രാഹ്മണരും അറബികളും ഏകദേശം ഒരേ രക്തത്തിൽപ്പെട്ട ആളുകളാണെന്ന് വേണമെങ്കിൽ പറയാം. ഒന്നിൻ്റെ ബാക്കിയാണ് രണ്ടും. അതായത് പണ്ട് കാലത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ജീവിച്ചിരുന്ന ഏരിയകളിലാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ എണ്ണ കിട്ടുന്ന സ്ഥലങ്ങൾ നോക്കിയാൽ മതി, ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഇവർ തമ്മിലുള്ള സംസ്കാരത്തിനൊരു ബന്ധമുള്ളത് കൊണ്ട് തന്നെ അറബികളെ ബ്രാഹ്മണന്മാർ ആര്യന്മാരായിട്ട് തന്നെയാണ് കണക്കാക്കിയിട്ടുണ്ടായത്. മിക്കവാറും അവർ ഉന്നത കുലജാതന്മാരായിട്ട് തന്നെ കണക്കാക്കി. അപ്പോൾ അറബികൾക്ക് പല ബ്രാഹ്മണ വീടുകളിലും കയറാം എന്നുള്ളൊരവസ്ഥയായിരുന്നു. അപ്പോൾ അറബികൾ ബാക്കിയുള്ളവരോട് എന്താണ് നയം വെച്ച് പുലർത്തിയെന്ന് വെച്ചാൽ, എല്ലാവരും മനുഷ്യരാന്നുള്ളൊരു നയം ഉണ്ടായിരുന്നു. അപ്പോൾ ആർക്കും വേണമെങ്കിൽ മുസ്ലിം ആവാം എന്നുള്ള ലെവലിൽ, ഞാൻ അടിച്ചമർത്തപ്പെട്ട ഒരു ജനത, എനിക്കൊരു വഴിയിലൂടെ നടക്കാൻ പറ്റില്ല, ഞാൻ ചൂല് ബാക്കിൽ കെട്ടി നടക്കണം, എനിക്ക് കുഴി കുത്തിയിട്ടേ ഫുഡ് തരുമെന്നുള്ളൂ എന്നുള്ള ഞാൻ നാളെ മുതൽ നല്ല രീതിയിൽ ജീവിക്കാൻ തുടങ്ങുന്നത് വേറൊരു മതത്തിൽ കയറുമ്പോഴാണെങ്കിൽ, ഞാൻ ഓൾറെഡി മതത്തിൽപ്പെട്ട ആളല്ല. കാരണം മതത്തിൽപ്പെട്ട ആളല്ലാതെ അമ്പലത്തിലും ബാക്കിയുള്ള കയറാൻ പറ്റാതെ, അതായത് വേദം കേൾക്കാൻ പറ്റാതെ, 4 വേദങ്ങളാണ്: ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, അഥർവവേദം, അങ്ങനെ 4 വേദങ്ങളാണ് മെയിനായിട്ടുള്ളത്. അതിൽ മെയിനായിട്ടുള്ള വേദം ഋഗ്വേദമാണ്. ഋഗ്വേദം ഇവർ ആരെക്കൊണ്ടും തൊടിപ്പിച്ചില്ല. അതിലാണ് ശ്ലോകങ്ങളൊക്കെ ഉള്ളത്.
അതിലാണ് ശ്ലോകങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അത് ഇവർ ആരെക്കൊണ്ടും വല്ലാണ്ട് തുടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. 1 മിനിറ്റ്. അപ്പോൾ അങ്ങനെ വേദങ്ങളും തൊടാൻ പറ്റാതെ മനുഷ്യനാണെന്നുള്ള പരിഗണന പോലും ഇല്ലാതെ നടന്നിരുന്ന ജനങ്ങൾക്ക് ഇങ്ങനൊരു അവസരം കിട്ടുമ്പോൾ മാറുമോ ഇല്ലേ? മാറും, സ്വാഭാവികമായിട്ടും മാറും. ഞാനാണെങ്കിലും മാറും. അങ്ങനെ മാറിയിട്ടുള്ള ആളുകളാണ് ഇന്നത്തെ മുസ്ലിങ്ങളിൽ പെട്ടുള്ള ആളുകൾ. അല്ലാതെ അറബികൾ ഇവിടെ വന്നിട്ട് അറബികളുടെ കുട്ടികളായിട്ടുണ്ടായ ആളുകളല്ല. അങ്ങനെ ഉണ്ട്. അങ്ങനെ വന്ന ഒരു ഇതാണ് ഇപ്പോൾ തങ്ങന്മാർ എന്നൊക്കെ പറയുന്നതൊക്കെ അങ്ങനെ അറബികളുടെ പിന്മുറക്കാരാണ്. അങ്ങനെ കുറച്ച് ആളുകൾ, വളരെ വിലയുണ്ടാവുന്ന ആളുകൾ അങ്ങനെ ഉള്ളൂ. 1000-ലൊക്കെ താഴെ ഉണ്ടാവാൻ ഇതുള്ളൂ. അതേപോലെ ബ്രാഹ്മണന്മാരുടെ ബാക്കിക്കാരാണ് ഏറ്റവും കൂടുതൽ വരിക ഇന്ന് ഇന്ത്യയിൽ. ഇന്ന് ഭരിക്കുന്ന പല ടീമുകളും ഇറാനികളുടെ ബാക്കിക്കാരാണ്. ജിദ്ദയുടെ ബാക്കിക്കാരൊക്കെ അല്ല, മക്കയുടെ ബാക്കിക്കാർ കുറവേയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. മെയിൻ ബഹുഭൂരിപക്ഷം ആളുകളും ഇന്ത്യയിലെ പഴയ ഗോത്രവർഗ്ഗങ്ങളും ആദിവാസികളും തന്നെയാണ് ഇന്ന് ഇന്ത്യയിൽ ജീവിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരാൾ, ക്രിസ്ത്യാനികളായിട്ടുള്ള ആൾ ഒരു ഹിന്ദു മതം എന്ന് ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ സർട്ടിഫിക്കറ്റല്ലേ പറയാൻ പറ്റുള്ളൂ, അതിൽപ്പെട്ട ഒരാളും ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 10 തലമുറ മുന്നിലേക്കോ 5 തലമുറ മുന്നിലേക്കോ അല്ലെങ്കിൽ ഒരു 15 തലമുറ മുന്നിലേക്ക് പോയാൽ ചിലപ്പോൾ ഒരേ അച്ഛൻ്റെയും അമ്മയുടെയും മക്കളായിരിക്കാം, പെങ്ങളുടെയും ആങ്ങളുടെയും മക്കളായിരിക്കാം, ഒരുമിച്ച് ഉണ്ട് ഉറങ്ങി ജീവിച്ചിരുന്ന സഹോദരങ്ങളുടെ മക്കളായിരിക്കാം. ഇവർ തമ്മിൽ തല്ലേണ്ട ഒരാവശ്യവുമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ പുറത്തുനിന്ന് വന്നതാണ്. ഈ മതം പോലും നമുക്ക് പുറത്തുനിന്ന് വന്നതാണ്. നമ്മളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ. അത് ഓർമ്മ എല്ലാവർക്കും ഉള്ളതാണ് നല്ലത്. പലരും നമ്മളെ ഭിന്നിപ്പിച്ച് പല കോലത്തിലാക്കി, ചവണ്ടിയാക്കി, ചവറാക്കി, ഇവിടെ നിന്നുള്ള പലതും കൊണ്ടുപോയി ഇവിടെ നിന്നുള്ള ആളുകളെ കഷ്ടപ്പെടുത്തി ഇനിയും അവരുടെ പാവകളായിട്ട് നമ്മൾ നിന്ന് കൊടുക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. നമ്മൾ പഴയ നമ്മൾ ഗർവാപ്പസി എന്നൊക്കെ പറഞ്ഞ് ഇന്ന് ഇവർ ചെയ്യുന്നത് വളരെ മണ്ടത്തരാ. ശരിക്കും ഗർവാപ്പസി ആണെങ്കിൽ നമ്മളെല്ലാവരും ആദിവാസികളാവണം, ഗോത്രങ്ങളിലേക്ക് തിരിച്ചു പോകണം. അതാണ് ഗർവാപ്പസി. നമ്മൾ നമ്മൾ ആദിവാസികളായിരുന്നു ഇവിടെ. നമ്മുടെ അതിനിപ്പോൾ നല്ലൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ്, ഇവിടെ ഒരു മിനിറ്റ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപ് ഇവിടെ ഉണ്ട്. ഈ ദ്വീപിലെ ജനങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ ഒരു ദ്വീപ്, എല്ലാ ദ്വീപല്ല, ഒരു ദ്വീപിൽ ഇപ്പോഴും നമ്മുടെ പൂർവികർ അവിടെ നിൽക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ഗർവാപ്പസി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ശ്രീലങ്കയിൽ നോക്കുകയാണെങ്കിൽ ശ്രീലങ്കയിലെ തമിഴന്മാരും നമ്മളും തമ്മിലാണ് സഹോദര്യം ഇന്ന് ശരിക്കും വേണ്ടതെന്ന് പറയാം. ഗർവാപ്പസി പറയുന്നുണ്ടെങ്കിൽ നമ്മൾ നോർത്ത് ഇന്ത്യൻസിൻ്റെ അണ്ടറിലേക്കല്ല പോകേണ്ടത്. സൗത്ത് ഇന്ത്യൻസ് പ്രത്യേകിച്ചിട്ട് 4-5 സംസ്ഥാനങ്ങളുടെ ഏകദേശം ഏരിയകളിൽ പെടുന്ന ആളുകൾക്ക് വേറെ നമുക്ക് സത്യം പറഞ്ഞാൽ ആര്യൻ സംസ്കാരത്തിനേക്കാളും നമുക്ക് ദ്രാവിഡ സംസ്കാരമാണ് നമ്മുടെ പഴയതെന്ന് പറയാം. ദ്രാവിഡ സംസ്കാരത്തിൽ തന്നെ മെയിനായി പഴയൊരു സംസ്കാരത്തിൽ പെട്ടാണ് തമിഴ് സംസ്കാരം. അതിൻ്റെ അണ്ടറിൽ പോലും വരാത്ത ആളുകളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പക്ക ആദിവാസികളായിരുന്നു. അവരുടെ സംസ്കാരം പോലും നമുക്കുണ്ടായിരുന്നില്ല. തമിഴ്നാട്ടിലുള്ള ആളുകളുടെ സംസ്കാരത്തിനേക്കാളും മോശമായിരുന്നു. ഇന്നത്തെ ലെവലിൽ നോക്കുമ്പോൾ അത് പ്രകൃതിക്ക് നല്ലത് അതായിരുന്നു പ്രകൃതിക്ക്. പക്ഷേ അവരൊക്കെ കുറച്ചും കൂടെ ദ്രാവിഡ സംസ്കാരമൊക്കെ കുറച്ചും കൂടെ വലിയ സംസ്കാരമായിരുന്നു. ആര്യൻ സംസ്കാരം അല്ല ശരിക്ക് നമ്മുടെ സംസ്കാരം. നമ്മുടെ ഗർവാപ്പസി അതല്ല എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കണം. BJPക്കാരും മനസ്സിലാക്കണം. കാരണം BJP RSSനൊക്കെ ഈ താഴെ കടലുള്ള ആളുകൾക്ക് സത്യം പറഞ്ഞാൽ പുല്ല് വിലയുടെ മേലുള്ള ആളുകൾ കൊടുക്കുക. അവർ നിങ്ങളിങ്ങനെ ഊർജ്ജം കയറ്റി വിടുക എന്നുള്ളൂ. നിങ്ങൾ മനസ്സിലാവും. ഇപ്പോൾ IPL വേൾഡ് കപ്പ് നടക്കുമ്പോൾ ജയ്ഷ ഇരുന്നിട്ട് ജയ്ഷാൻ്റെ കൂടെ ഇരിക്കുന്ന ആളുകളെ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ആരോടാണ് ഈ ശത്രുത വെച്ച് പുലർത്തുന്നത്, അവരൊക്കെ തന്നെയാണ് ഇവരെ കൂടെ ഇരിക്കുന്നത്. ഇപ്പോൾ പാകിസ്ഥാനെ ഇന്ത്യയും ശത്രുക്കളാക്കി പ്രഖ്യാപിച്ചെങ്കിലും പാകിസ്ഥാനെ വേറെയായി നിലനിർത്തേണ്ടത് അന്നത്തെ RSSൻ്റെ ആവശ്യമായിരുന്നു. പക്ഷേ ഒരു പരിധിവരെ അത് ഇന്ത്യയിലെ ജനങ്ങൾ, അതായത് നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ കുറച്ച് ആളുകൾ മാറിയെങ്കിലും ബാക്കിയുള്ളവർ മാറാൻ നിന്നു. ഇന്നും ഇന്ത്യയിലെ ജനങ്ങളുടെ ചെറിയൊരു ശതമാനമേ അവിടെ പെട്ടിട്ടുള്ളൂ. സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും കൂടുതൽ പങ്കെടുത്ത ആളുകളിൽ ഇന്ന് അവിടുത്തെ ആളുകളുണ്ട്, ഇവിടുത്തെ ആളുകളുണ്ട്. നല്ല രീതിയിൽ പങ്കെടുത്ത ആളുകളുണ്ട്. ചില ആളുകൾ പെട്ടുപോയിട്ടുണ്ട്. പഞ്ചാബിലെയും ലാഹോറിലെയും രാജസ്ഥാനിലെയും കറാച്ചിയിലൊക്കെ ആളുകൾ അവർ വിഭജനത്തിൻ്റെ ഇരകളാണ്. ഇന്നും ഇരകളായിട്ട് നിൽക്കുന്നൊരു ടീമുണ്ടെങ്കിൽ
ജമ്മു ആൻഡ് കാശ്മീരാണ്. ലഡാക്കിന് പിന്നെ ആ പ്രശ്നം വന്നിട്ട് പിന്നെ ചൈന കയറിയോടാണ് പ്രശ്നം വന്നത്. ചൈന അത്യാവശ്യം ലഡാക്കിൻ്റെ ഏരിയ കൊണ്ടുപോയിട്ടുണ്ട്. നമ്മളത് കണ്ണും പൂട്ടി നോക്കിയിരിക്കണം. കാരണം കാലാകാലങ്ങളായിട്ട് പലരും നമ്മളെ കൊണ്ടുപോവുകയും കൊണ്ടുവരികയൊക്കെ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിൻ്റെ ഏരിയയിലുള്ള ആളുകൾ, നമ്മൾ തമിഴ്നാട്ടുകാരും സൗത്ത് ഇന്ത്യൻസൊക്കെ ഒറ്റക്കെട്ടായിട്ട് ശരിക്കും പറഞ്ഞാൽ നിൽക്കണം. നമ്മുടെ ഇടയിലേക്ക് ആ വർഗീയത എത്താതെ നോക്കേണ്ടത് നമ്മളെ ആവശ്യമാണ്. കാരണം നമ്മൾ ജനിച്ചു മരിച്ചു, നാളെ നമ്മുടെ മക്കൾ ഇവിടെ ജനിച്ച് മരിച്ചു പോകണം. അവർക്ക് ഇവിടെ ജനിക്കുകയും നാളെ നമ്മുടെ മക്കൾ ഇവിടെ തമ്മിൽ തല്ലുകയാണ്. നമ്മൾ മരിച്ചു പോയി, നമ്മുടെ മക്കൾ മതത്തിൻ്റെ പേരിലോ എന്തിൻ്റെ പേരിലും ഇവിടെ തമ്മിൽ തല്ലണത് നമ്മൾ കാണുന്നില്ല. പക്ഷേ നമ്മൾ മരിക്കുമ്പോൾ അവർ തമ്മിൽ തല്ലുന്ന ഉറപ്പുള്ള ഒരു ഏരിയ, ഒരു എന്താ പറയുക, അന്തരീക്ഷം ആക്കിയിട്ട് നമ്മൾ മരിച്ചു പോകണോ എന്നുള്ളത് ചിന്തിക്കുക. ഉറപ്പായിട്ടും ജയം പരാജയം എന്ന് പറഞ്ഞൊരു സംഭവം അവിടെ ഉണ്ടാവാനേ പോണില്ല. കാരണം ലോകം ഇത്ര എത്തി, എന്ത് വന്നാലും അൾട്ടിമേറ്റ്ലായിട്ട് അവിടെ പലരും കയറി ഇടപെടും. ഇപ്പോൾ രണ്ട് മതങ്ങളോ രണ്ട് ഏരിയകളോ തമ്മിൽ തല്ലുവിടുകയാണെങ്കിൽ അവിടെ പലരും കയറി ഇടപെടും. അതുകൊണ്ട് ഒരു അൾട്ടിമേറ്റ്ലി മേജർ രവി പറഞ്ഞ പോലെ ഒരു യുദ്ധത്തിൽ ഇനി ജയം പരാജയം ഉണ്ടാകുമ്പോൾ മുമ്പുണ്ടായിരുന്നു, ഇനി ജയം പരാജയം എന്ന് പറഞ്ഞ സംഭവമില്ല. രണ്ടും പരാജയമായിരിക്കും. ആർക്ക് കൂടുതൽ പരാജയം വന്നു എന്നുള്ളത് മാത്രം നോക്കണം. ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഏകദേശം സാമ്പത്തികപരമായിട്ട് 3-4 വർഷം പിറകിലേക്ക് പോകാം. പാകിസ്ഥാൻ ചിലപ്പോൾ 10-20 വർഷം പിറകിലേക്ക് പോകേണ്ടി വന്നേക്കാം. രണ്ടും നഷ്ടമാണ്. നമ്മൾ ഈ അധ്വാനിച്ചതിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ട് നമ്മുടെ GDP എടുത്ത് ഇങ്ങനെ ചിലവാക്കിക്കൊണ്ടിരിക്കും. നേരെ മറിച്ച് ആ യുദ്ധം ഇല്ലായിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല. അതേ അവസ്ഥയാണ്. നമ്മളെല്ലായിടത്തും സംയമനം പാലിക്കണമെന്ന് പറയാൻ കാരണം, നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ഇടയിൽ പ്രശ്നങ്ങളില്ലാതെ ജീവിച്ചു കഴിഞ്ഞാൽ നാളെ മരിച്ചു പോകുമ്പോൾ നമുക്ക് സമാധാനത്തിന് നമ്മുടെ മക്കളെ ഈ നാട്ടിലാക്കി പോകാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് മരിക്കുമ്പോൾ എന്ത് സമാധാനം ഉണ്ടാവുക? നമ്മുടെ മക്കൾ തമ്മിൽ തല്ലുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്തിനാണ് അങ്ങനെ ഒരു ഏരിയയിലാക്കി പോകുന്നത്? ഇനി മതമാണ് അതിനൊക്കെ തടസ്സമെങ്കിൽ എല്ലാവരും മതം ഉപേക്ഷിക്കാന്നല്ലേ. സത്യം പറഞ്ഞാൽ ഈ തമ്മിൽ തല്ലുന്നവരൊന്നും മതവിശ്വാസികളല്ല എന്നുള്ളതാണ് വേറെ കാര്യം. ശരിക്കും അമ്പലത്തിൽ പോകുന്നവനാണോ ഈ തല്ലുണ്ടാക്കുന്നത്? അല്ല. അമ്പലത്തിലേക്ക് ചാണകം വലിച്ചെറിഞ്ഞവർക്ക് വിശ്വാസം ഉണ്ടായിട്ടാണോ? അല്ല. ഒരു മനുഷ്യനെ കുത്തിക്കൊല്ലാൻ നിൽക്കുന്നത് ഒരു വിശ്വാസിയാണോ? അല്ല. ശരിക്കും വിശ്വാസിയായിട്ടുള്ള ഒരാളാണോ മറ്റേ മതസ്ഥരെ തെറി വിളിക്കുന്നത്? അതല്ല. ഇവന് ഈ അർജൻറ്റീന ബ്രസീൽ ഫാൻസ് തമ്മിലുള്ള പ്രശ്നം, അല്ലെങ്കിൽ മോഹൻലാൽ മമ്മൂട്ടി ഫാൻസ് തമ്മിൽ ഉണ്ടാക്കുന്ന പ്രശ്നം പോലെ മതത്തിൻ്റെ രണ്ട് ചേരിലിരിക്കുക. എന്നാൽ ഇവൻ രാവിലെ എണീറ്റ് രാവിലെ എന്താ പറയുക, നന്ന് രാവിലെ എണീച്ച് കുളിച്ച് അമ്പലത്തിൽ പോകുന്ന ഒരാളാണോ? അല്ല. എന്നിരിക്കെ അവനൊരു വിശ്വാസി, കറക്റ്റ് വിശ്വാസിയാണെന്ന് പറയാൻ പറ്റില്ല, സനാതന വിശ്വാസിയാണെന്ന് പറയാൻ പറ്റില്ല. നേരെ അതേപോലെ തന്നെ കറക്റ്റ് നിസ്കരിക്കുന്ന ഒരാളാണോ? അല്ലെങ്കിൽ പിന്നെ എന്തിൻ്റെ പേരിലാണ് ഇവർ മതത്തിൻ്റെ പേരിൽ പറയുന്നത്? അപ്പോൾ ശരിക്കും വിശ്വാസമില്ലാത്തവരാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറാവാതെ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇത്രത്തോളം നമ്മൾക്ക് സാംസ്കാരികപരമായിട്ട് പലരുടെ അണ്ടറിൽ നിന്നിട്ടും നമ്മുടെയായിട്ടൊരു പൈതൃകം ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടും നമ്മൾ കട്ടക്ക് നിൽക്കുന്നുണ്ട്. കേരളം മാത്രം എടുക്കുകയാണെങ്കിൽ കേരളം ഇന്നൊരു ഡെവലപ്ഡ് രാജ്യമായിട്ടുണ്ടാവുമായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് യൂറോപ്പിലെ പല രാജ്യങ്ങളുടെ ലെവലിലേക്ക് GDP ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉള്ള ഒരു ഏരിയ ആണ് കേരളം. എന്തുകൊണ്ട് ഡെവലപ്പിംഗ് കൺട്രി ആയിട്ട് ഇന്ത്യ തുടരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് മതമാണ് കാരണം എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ നമ്മുടെ ആളുകൾ ചൂഷണം, മതങ്ങളുടെ പേര് നമ്മളെല്ലാവരും മതം വിട്ടെന്ന് വിചാരിക്കുക, ഇവിടുത്തെ പ്രശ്നം തീരുമോ? ഇല്ല. ഓരോ ഏരിയക്കാർ തമ്മിൽ തല്ലും. നമ്മുടെ തമിഴ്നാട്ടുകാരും എന്താ പറയുക കർണാടകക്കാരും തമ്മിൽ തല്ലും. ഭാഷയുടെ പേര് പറഞ്ഞ് തല്ലും, സംസ്കാരത്തിൻ്റെ പേര് പറഞ്ഞ് തല്ലും. തല്ലുന്നതല്ല തല്ലിപ്പിക്കുന്നതാണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബോധം എല്ലാവർക്കും ഉണ്ടാവണം. അതിന് പല ഘട്ടങ്ങളിലായിട്ട് ഇപ്പോൾ ഈ അറേബ്യൻ കൺട്രീസിന് മെയിനായിട്ടുള്ള ഒരു ഭാഗ്യവും അവരുടെ പ്രശ്നവും എണ്ണ ആയിരുന്നു എന്നാണ് പറയാം. കാരണം എണ്ണയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ തല്ലുകൾ കുറേ പാശ്ചാത്യ രാജ്യങ്ങളും മറ്റവരും വന്നുണ്ടാക്കിയിട്ടുള്ളത്. ഈ ഒരു ഏരിയയിൽ നിൽക്കുന്ന കുറച്ച് രാജ്യങ്ങളെയും ഇന്നത്തെ ലെവലിൽ ഈ ഒരു രാജ്യത്തിനെയും, ഇപ്പോൾ ഏഷ്യയിൽ വരികയാണെങ്കിൽ ഇവിടെയുള്ള കുറച്ച് രാജ്യങ്ങളെയും ഈ ഏരിയയിലുള്ള കുറച്ച് ഏരിയകളിലുള്ള ആളുകളെയും നമ്മൾ സൂക്ഷിക്കണം. അവർ കാലാകാലങ്ങളായിട്ട് ബാക്കിയുള്ളവർ ഊറ്റി കുടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. നേരെ മറിച്ചിട്ട് ഈ ഏരിയയിലുള്ള ആളുകളും അതുപോലെ ഈ ഏരിയയിലുള്ള ആളുകളും അതുപോലെ ഈ ഏരിയയിലൊക്കെ ഉള്ള ആളുകളും, അല്ല അങ്ങോട്ട് പോകാൻ പറ്റില്ല, നോർത്തിലല്ല, ഈ ഏരിയയിലൊക്കെ ഉള്ള ആളുകളും താരതമ്യേന ഇത്രയും ആളുകളും താരതമ്യേന ബാക്കിയുള്ളവരാൾ അടിച്ചമർത്തപ്പെട്ടിട്ടുള്ള ജനങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എന്തിനു വേണ്ടി അവർ നമ്മളെ അടിച്ചമർത്തുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം.
അപ്പോൾ ഭൂമി എന്നുള്ളതാണ് നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ ഗ്രഹം. നമ്മുടെ ഗൃഹവും ഭൂമിയാണ്. ഇതിൻ്റെ പുറത്താണ് ഭയങ്കരമായിട്ടുള്ള രോഗം കിടക്കണേ. നമ്മുടെ ആയുസ് എന്ന് പറയുമ്പോൾ വളരെ ചുരുങ്ങിയതും. ഇനിയൊരു ഇന്നിപ്പോൾ ഒരു 50 വയസ്സുള്ള ഒരാൾ അടുത്തൊരു 20 വർഷം ജീവിക്കുന്നു ഒരു ഉറപ്പില്ല. 2010 നിന്ന് 25 പെട്ടെന്നായ പോലെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തീർന്നു പോകുന്നുള്ള കാര്യം ഉറപ്പിച്ചോളൂ. അതിൻ്റെ ഇടയിൽ വെറുതെ നമ്മുടെ പിന്മുറക്കാരെയും പ്രശ്നത്തിലേക്ക്, ഇപ്പോൾ ഇന്ന് പറയാം ഈ RSS ഒക്കെ ഉണ്ടാക്കുന്ന പ്രശ്നത്തിൽ നാളെ ഇവരുടെ മക്കളൊക്കെ തന്നെയാണ് കിടന്ന് അനുഭവിക്കാൻ പോണത്. കാരണം ഇത് ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉണ്ടാക്കിയവനും പ്രശ്നത്തിൽ പെടുന്ന ഒരു സംഭവമാണ് ഇവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തോ ഒരു പ്രൊപ്പഗണ്ടയുടെ പുറത്താണ് ഇവരിത് ക്രിയേറ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അഖണ്ഡ ഭാരതം എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റാണ് പിന്നെ അവർക്കുള്ളത്. എന്നാൽ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഥയായിട്ടാണ് ഉണ്ടായെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇന്നത്തെ ഭാരതം എന്ന് പറഞ്ഞുള്ള പേര് എവിടെ നിന്ന് ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അത് ഭരത രാജാവ്, അതായത് ശ്രീരാമൻ്റെ അച്ഛൻ, ആളുടെ ഏരിയ ആണെന്ന് ബന്ധപ്പെട്ടിട്ടാണ് ഉണ്ടായത്. പക്ഷേ ആളുടെ ഏരിയ ഇത്ര ഒന്നുമില്ല. പക്ഷേ ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വലിയ ഏരിയ ആയിട്ടാണ് അത് കാണാൻ പറ്റും. പക്ഷേ ആ ഏരിയയിൽ പോലും, വലിയ ഏരിയയിൽ കാണിച്ച ഏരിയയിൽ പോലും നമ്മൾ കേരളവും തമിഴ്നാടും കർണാടക ഒന്നും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. ഇന്നത്തെ പാകിസ്ഥാനും ഇതൊക്കെയാണ് ഈ ഭാരതത്തിൽ പെടുന്ന ഇതായിട്ടാണ് അവർ കണക്കാക്കുന്നത്. പക്ഷേ അത്ര ഒന്നും ആ കാലത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥ വാദം. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഹിസ്റ്റോറിക്കലി അങ്ങനെ ഒരു തെളിവും ഇല്ല. അതുകൊണ്ടാണ് പലരും അതിനൊരു കെട്ടുകഥ എന്നൊക്കെ പറയുന്നത്. എന്ന് വെച്ച് നമ്മൾക്ക് ഫുള്ള് തള്ളിക്കളയാൻ പറ്റും. പക്ഷേ ലോജിക്കലി പല കാര്യങ്ങളും അതിൽ പറഞ്ഞ കാര്യങ്ങൾ ഇല്ല. പല കഥകളും മിക്സ് ആയിട്ടുണ്ട്. ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈഷ്ണവരും ശൈവരും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പഴയ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ഈ ഏരിയക്കാർ മൊത്തം നമ്മുടെ ഇബ്നു ബത്തൂത്ത എന്ന് പറഞ്ഞൊരു സഞ്ചാരി ഉണ്ടായിരുന്നു. ആൾ വന്നപ്പോൾ കണ്ട ഇന്ത്യ, ഇബ്നു ബത്തൂത്ത കണ്ട ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് ഉണ്ട്. അപ്പോൾ നമുക്കൊരു ഏകദേശം 10,000 വർഷം പിറകുള്ള കാര്യങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അതിന് മുന്നുള്ള പല കാര്യങ്ങളും പല ബുക്കുകളായിട്ട് ഇറക്കിയിട്ടുണ്ട്. നെറ്റിൽ പല കാര്യങ്ങളും ഇപ്പോൾ തിരുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് നെറ്റിൽ ഉണ്ടാകുന്ന ഒരു വേറെ പ്രശ്നം. പല കാര്യങ്ങളും മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇന്ന് നിലനിൽക്കുന്നത് കോൺഗ്രസിൻ്റെ അണ്ടറിലുണ്ടായിരുന്ന ഇന്ത്യ ആണെങ്കിൽ കോൺഗ്രസിനോട് നമ്മൾ നന്ദി പറയണം. കാരണം കോൺഗ്രസ്സിന് വേണമെങ്കിൽ ഒരു രാജഭരണം രീതി സ്വീകരിക്കാമായിരുന്നു. കറക്റ്റല്ലേ? രാജഭരണ രീതി സ്വീകരിക്കാമായിരുന്നു. പാർലമെൻറ്റ്, ലോക്സഭ ഇലക്ഷനുകളൊന്നും നടത്താത്ത ഒരു ഭരണകൂടം കോൺഗ്രസ് മാത്രമായിട്ട് കാലാകാലം ഭരിക്കുന്ന ഒരു ഏരിയ ഉണ്ടാക്കാമായിരുന്നു. എന്തുകൊണ്ട് ജനാധിപത്യം കൊണ്ടുവന്നു? കോൺഗ്രസിനെ നമ്മൾ സമ്മതിച്ചു, നമിച്ചിരിക്കണം. ഇന്ന് നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒന്ന് കോൺഗ്രസിനെയാണ് നമിക്കുന്നത്, രണ്ട് പിന്നെ ഇന്ത്യ എന്നാണ് വികാരം ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ പുറത്തേക്ക് പോയിട്ടുള്ള ജനങ്ങളും ക്രിക്കറ്റ് ടീമുമാണ്, BCCIയുടെ ക്രിക്കറ്റ് ടീമുമാണ് ഇന്ത്യ എന്ന് പറഞ്ഞ വികാരം ഇത്രയും വളർത്തിയിട്ടുള്ളതെന്നാണ് നമുക്ക് നോക്കി മനസ്സിലാവും. അപ്പോൾ ഈ കോൺഗ്രസ് അന്നൊരു ഭരണഘടന ഉണ്ടാക്കുകയും കറക്റ്റായിട്ടുള്ള ഒരു ഇലക്ഷൻ സംവിധാനം കൊണ്ടുവരികയൊക്കെ ചെയ്തത് കറക്റ്റായിട്ടുള്ളൊരു ജനാധിപത്യമായിട്ട് ഇന്ത്യയെ സ്പീഡിൽ കൊണ്ടുവന്നു. കാരണം അവർ അങ്ങനെയുള്ളൊരു പ്രൊപ്പഗണ്ട ഉള്ള നേതാക്കന്മാരായിരുന്നില്ല. പിന്നീട് വന്ന പലരൊന്നും പല തോന്നിവാസങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ. പക്ഷേ ഇന്നത്തെ RSSൻ്റെ അജണ്ട അങ്ങനെയല്ല. അത് വളരെ വ്യത്യസ്തമാണ്. 2014 ശേഷം എല്ലാ RSS നേതാക്കന്മാരുടെയും ഒരു സമ്പത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാര്യം മനസ്സിലാവും. താഴെക്കിടയിലുള്ള RS അണികൾ പൊട്ടന്മാരാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇവരുടെ ജീവനും വേണ്ടി ഇവർ ആർക്കൊക്കെയോ വേണ്ടി തിളക്കുന്ന സാമ്പാർ. ഇവർ സംഘപരിവാർ നടത്തുന്ന അമ്പലങ്ങളിലോ അല്ലെങ്കിൽ പലയിടത്തും വെച്ച് നടത്തുന്ന പരിപാടികളിൽ ഞാൻ പറയുകയാണെങ്കിൽ ഋഗ്വേദം പഠിപ്പിക്കണം എന്നാണ് ഞാൻ പറയാം. ഋഗ്വേദം പഠിപ്പിക്കട്ടെ. അവർക്ക് അവരുടെ അണികളോട് സ്നേഹമാണുള്ള ഋഗ്വേദം അല്ലെങ്കിൽ ബാക്കി 3 വേദങ്ങളും അത് പഠിപ്പിക്കട്ടെ. അറ്റ്ലീസ്റ്റ് രാമായണം, മഹാഭാരതം ആ കഥകളെങ്കിലും പഠിപ്പിക്കട്ടെ. മഹാഭാരതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണൻ്റെ കഥയാണ്. രാമായണം രാമൻ്റെ കഥയായിട്ടാണ് വരുന്നത്. ഇതും തമ്മിൽ ബന്ധമുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബന്ധമില്ല. രാമൻ മുമ്പ് ജീവിച്ചതായിട്ടും കൃഷ്ണൻ പിന്നീടായിട്ടാണ് അറിയപ്പെടുന്നത്. അത് ദശാവതാരത്തിൽ അങ്ങനെയാണ്. മത്സ്യം, കൂർമ്മം, വാരാഹം അങ്ങനെയാണല്ലോ. ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ അങ്ങനെയാണ് അതിൻ്റെ ഒരു കിടപ്പ്. അതിൻ്റെ ഇടയിൽ മറ്റേ പരശുരാമനും വരുന്നുണ്ട്, നരസിംഹം വരുന്നുണ്ട്. ലാസ്റ്റ് കൽക്കി എന്നുള്ളൊരു കൺസെപ്റ്റിലേക്കാണ് അത് പോകുന്നത്. അത് വിഷ്ണുവിൻ്റെ മാത്രമാണ്. അപ്പോൾ ശിവൻ്റെ കാര്യമോ?
കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താ പറയുക വടക്കുംനാഥ ക്ഷേത്രം, അപ്പോൾ തൃശ്ശൂരിൽ ഉള്ള ആളുകൾക്കറിയാം, ശിവൻ്റെ ക്ഷേത്രമായിട്ടാണ് അറിയപ്പെടുന്നത്. ശിവൻ്റെയും പാർവതിയുടെയും പ്രതിഷ്ഠ ആണ് അവിടെ ഉള്ളത്. അതുമായി ബന്ധപ്പെട്ടാണ് തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ടായി. അത് പിന്നെ കുറേ കച്ചവടങ്ങളുണ്ട്, അതൊക്കെ എന്തായാലും അങ്ങനെയാണ് ആ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഹിന്ദുവിന് രണ്ടല്ല ഒരുപാട് തോണിയിൽ കാലിട്ട പോലെയാണ്. എല്ലാ മതത്തിൽ നിന്നും പലതും സ്വീകരിച്ചിട്ടാണ് ഇന്നത്തെ ഹൈന്ദവ മതം. അതാണ് സനാതന ധർമ്മം മൊത്തത്തിൽ കൊടുന്ന കുറേ ആളുകൾ ഈ വൈഷ്ണവരുടെ അടുത്തു നിന്നാണ് ഭൂരിഭാഗം വന്നുള്ളത്. ശിവരുടെ കുറച്ചേ ഉള്ളൂ. ഇവർ തമ്മിൽ തല്ലിയിരുന്ന കഥകൾ വായിച്ചു കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും. അതിൽ പെടാത്ത ആളുകളാണ് ഇന്ന് ഇന്ത്യയിൽ കാണുന്ന, അതായത് ഈ രണ്ട് കൂട്ടരും പെടാത്ത ആളുകളാണ് ഇന്ന് ഇന്ത്യയിൽ കാണുന്ന ഹിന്ദുക്കൾ എന്ന് പറഞ്ഞത് വിദേശം വരുന്ന ആളുകളുള്ളത്. പക്ഷേ സത്യം പറഞ്ഞാൽ ഇന്ത്യയിലെ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഇവർ വേദങ്ങൾ വായിക്കാത്തതുകൊണ്ടോ കറക്റ്റ് ഇവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാത്തതുകൊണ്ടോ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞ ആളുകൾ സത്യം പറഞ്ഞാൽ ഹിന്ദുക്കളല്ല, ഈ സനാതന ധർമ്മത്തിലുള്ള ആളുകൾ. കാരണം എന്താ പറയുക, ഒരു സൂക്തം കറക്റ്റായിട്ട് പാരായണം ചെയ്യുന്ന എത്ര ആളുകളുണ്ട് ഈ ഹിന്ദു എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ മതത്തിൽ നിൽക്കുന്ന ആളുകൾ? അവരൊന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. കുറ്റമായിട്ട് പറയുന്നതല്ല, അതാണ് അതിൻ്റെ വാസ്തവം. അപ്പോൾ ആരാണ് നിങ്ങൾക്കിത് നിങ്ങളുടെ ചെവിയിലെത്തുന്നതിനെ തടയുന്നത്? ആരാണ്? ശ്ലോകങ്ങൾ മാത്രമേ ചിലതേ കേട്ടിട്ടുള്ളൂ. പൂജകൾ നടത്തുമ്പോഴും ഇതൊക്കെ ഇവർക്ക് അന്യമാക്കി വെച്ചിരിക്കുക. ആരാണിത് ചെയ്തിട്ടുള്ളത്? വേദങ്ങൾ കയ്യിൽ നിങ്ങൾ എടുക്കണം. വിവേകാനന്ദനൊക്കെ പറഞ്ഞ പോലെ വേദങ്ങൾ കയ്യിലെടുക്കുക. വേദങ്ങൾ നിങ്ങൾ കയ്യിലെടുത്തിട്ട് അത് വായിക്കുക. ദണ്ഡയും വാളും കയ്യിൽ വെച്ച് തരുന്നതിനെ ആട്ടി പറഞ്ഞയച്ചിട്ട് ബുക്കുകൾ വെച്ച് തരിക. മദ്രസയിൽ ബുക്കുകൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് മദ്രസിനെ ഞാൻ ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതല്ല, കുഴപ്പമില്ല എന്ന് പറയും. എന്നാലും തീവ്രവാദ ഗ്രൂപ്പുകളൊക്കെ റിക്രൂട്ട്മെൻറ്റ് നടത്തുമ്പോൾ അവർ ആയുധങ്ങളാവും വെച്ച് കൊടുക്കുന്നുണ്ടാവുക പലയിടത്തും. അതിനെ എതിർക്കപ്പെടണം. ആയുധങ്ങൾ കുട്ടികളുടെ കയ്യിൽ വെച്ചിനെ എതിർക്കപ്പെടണം. നിങ്ങൾക്ക് വെച്ച് കൊടുക്കണം. നിങ്ങളുടെ മതത്തിനോട് സ്നേഹമുണ്ടെങ്കിൽ മതത്തിൻ്റെ ഗ്രന്ഥങ്ങൾ വെച്ച് കൊടുക്കുക, ബൈബിൾ വെച്ച് കൊടുക്കുക. എന്നിട്ട് കുട്ടി ഒരു 18 വയസ്സാകുമ്പോൾ കുട്ടിക്ക് തോന്നുകയാണ് എനിക്ക് ഇതൊന്നും അല്ല ശരിയെങ്കിൽ അവൻ പോട്ടെ. കാരണം ക്രിസ്ത്യൻ മതത്തിൽ നിന്നും ഇസ്ലാം മതത്തിൽ നിന്നൊക്കെ ഒരുപാട് നിരീശ്വരവാദികൾ വരുന്നുണ്ട്, ഹിന്ദു മതത്തിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷേ ഹിന്ദു മതത്തിനെ തീരെ അറിയാതെ വരുന്നത്, ബാക്കിയുള്ളവർ മറ്റേതിനെ പറ്റി കുറച്ചെങ്കിലും അറിഞ്ഞിട്ടാണ് വരുന്നത്. അന്ധമായിട്ട് നിരീശ്വരവാദികളാവുന്നതാണ് ഹിന്ദു മതത്തിൽ കൂടുതൽ കാണുന്നത്. പക്ഷേ അത് മതവിശ്വാസികളല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ആ മതത്തിനെ പറ്റിയിട്ട് നിങ്ങളൊന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. എന്നാലാണ് നിങ്ങളുടെ മക്കൾക്കും സമാധാനം ഉണ്ടാവുക. അല്ലെങ്കിൽ ഈ വാളും ദണ്ടാണ് വെച്ച് കൊടുക്കുന്നത്, നാളെ നിങ്ങളുടെ മക്കളോ വേറെ മക്കളോ ഇവരുടെയൊക്കെ കൈകൊണ്ട് തീരും. അതാണ് അതിൻ്റെ സാരം. കാരണം നിങ്ങൾക്ക് ആർക്കും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇന്നത്തെ കണ്ടീഷനല്ല നാളെ. 10 വർഷം കഴിഞ്ഞാൽ കണ്ടീഷനല്ല 60 വർഷം കഴിഞ്ഞാൽ, 100 വർഷം കഴിഞ്ഞാൽ വേറെ കണ്ടീഷൻ. അപ്പോൾ നമ്മളിവിടെ സമാധാനത്തിൻ്റെ വിത്തുകൾ ഇങ്ങനെ ഇട്ടുകൊണ്ട് പോകണം. നമ്മളെ വെറുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ആട്ടുംതോലിട്ട ചെന്നായിനെ തിരിച്ചറിയണം. നമ്മളെപ്പോഴും വരും തലമുറക്കോ അല്ലെങ്കിൽ മറ്റൊരു മനുഷ്യനോ അല്ലെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന മറ്റൊരു സമൂഹത്തിനോ ആളുകൾക്കോ ദോഷമുള്ള കാര്യമാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് നമ്മളെല്ലാവരും ചെയ്ത് ഒറ്റക്കെട്ടായിട്ട് നിർത്തുന്നുണ്ട്. അതിന് നമുക്ക് ഒരു കാര്യത്തിന് പറ്റും. നമ്മൾ സ്പോർട്സിൽ ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുക, ആർട്സിൽ ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അങ്ങനെ കാര്യങ്ങളിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇനി പഠിക്കണമെങ്കിൽ നിങ്ങൾ വേദഗ്രന്ഥങ്ങൾ പഠിച്ചോളൂ. അപ്പോൾ അതിലുള്ള പ്രശ്നങ്ങളും പോരായ്മകളൊക്കെ ചർച്ച ചെയ്തോളൂ. ഒരു ഹെൽത്തി കോമ്പറ്റീഷനെ അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് ചർച്ച ചെയ്തിട്ട് വേണ്ടവർക്ക് പുറത്ത് വരികയും വേണ്ടാത്തവർക്ക് പോവുകയും ഒക്കെ ചെയ്യാവുന്നൊരു സാധനമാണത്. ഒരിക്കലും ഒരു മതവിശ്വാസി അയാൾ അങ്ങനെ തന്നെ മരിക്കണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ഇന്ന് കണ്ട അത്ര മതങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ ആ ലെവലിലാണ്. അപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്, ഓർമ്മയിൽ കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പോൾ തൽക്കാലം നിർത്തുന്നു. ഇനി ബാക്കി ഏതെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നീട് വരാം.